ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 10th സ്റ്റാൻഡേർഡിലെ മാത്സിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയ അരിത്മെറ്റിക് സീക്വൻസ് എന്നുള്ളതിന്റെ ബാക്കി ഭാഗമാണ് കേട്ടോ. അപ്പൊ എന്താണ് നമുക്ക് ഇവിടെ നമ്മൾ ഇതുവരെ പഠിച്ചത് എന്താണ്? ഒരു സ്പെസിഫിക് പൊസിഷൻ നോക്കൂ. വി ഹാവ് സീൻ ദാറ്റ് ജസ്റ്റ് ബൈ നോയിങ് ദ ടേം അറ്റ് എ സ്പെസിഫിക് പൊസിഷൻ വി ക്യാൻ കമ്പ്യൂട്ട് ദ സം ഓഫ് മെനി ടേംസ് അല്ലെ. ഒരു സ്പെസിഫിക് പൊസിഷനിലുള്ള ടേം മാത്രം അറിഞ്ഞാൽ എന്താ നമുക്ക് പല ടേംസിന്റെ എന്താണ് സമ്മ് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കൂ. ഇനി സെക്കൻഡ് ആൻഡ് അതുവരെ നമ്മൾ പഠിച്ച അതാണ് അല്ലെ. ഇനി നമ്മൾ നോക്ക് സെക്കൻഡ് ആൻഡ് ഫിഫ്ത്ത് ടേമിന്റെയും സെക്കൻഡ് ടേമിന്റെയും ഫിഫ്ത്ത് ടേമിന്റെയും സമ്മ് എന്ന് പറയുന്നത് എന്താ 35 ആണെങ്കിൽ ഇതിനെ കുറിച്ച് നമുക്ക് കൂടുതൽ എന്തെങ്കിലും പറയാൻ പറ്റുമെന്ന് വെച്ചാൽ പറയാൻ പറ്റും അല്ലെ. സെക്കൻഡ് ടേമിന്റെയും ഫിഫ്ത്ത് ടേമിന്റെയും ടേം എന്താ സമ്മ് എന്ന് പറയുന്നത് 35 ആണ്. ഓക്കെ, നോക്കിയേ ഇവിടെ സെക്കൻഡ് ടേം എന്ന് പറഞ്ഞാൽ ഇതാണ് അല്ലേ. കാണിച്ചു തരാം. ഇതാ സെക്കൻഡ് ടേം എന്ന് പറഞ്ഞാൽ ഇത്, ഫിഫ്ത്ത് ടേം എന്ന് പറഞ്ഞാൽ ഇത് അല്ലേ. ഓക്കെ, ഇത് രണ്ടിൻ്റെയും കൂടി സമ്മ് എന്ന് പറഞ്ഞാൽ രണ്ടും കൂടി കൂട്ടിയാൽ കിട്ടുന്നത് പറഞ്ഞാൽ 35 ആണ് അല്ലേ. അങ്ങനെയാണെങ്കിൽ ഇതിനെ കുറിച്ച് നമുക്ക് എന്തെല്ലാം പറയാൻ പറ്റുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം നമുക്ക് എന്താണ് സെക്കൻഡ് ടേം നമുക്ക് എന്താക്കാൻ ഏതെങ്കിലും ഒന്ന് എടുക്കുക. സെക്കൻഡ് ടേം നമ്മൾ 10 എടുക്കുകയാണെങ്കിൽ അപ്പം ഫിഫ്ത്ത് ടേം എന്തായിരിക്കും? രണ്ടും കൂടി കൂട്ടിയാൽ എത്രയാണ്? 35 എന്ന് പറഞ്ഞിട്ടുണ്ട്, 35 എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ സെക്കൻഡ് ടേം 10 എടുക്കുകയാണെങ്കിൽ ഫിഫ്ത്ത് ടേം എന്താ ഈ 35 ഈ 10 കുറച്ചാൽ 25 ആയിരിക്കും അല്ലേ. അങ്ങനെ എടുത്തുകൂടെ? അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഇത് എടുത്തതിന് ശേഷം നമ്മൾ എന്താണ് ഈ ടോട്ടലിൽ നിന്ന് മൈനസ് ചെയ്താലും മറ്റേ ടേം കിട്ടും അല്ലേ. ഇനി നോക്കിയേ ഇവിടെ ഞങ്ങൾ 10 എടുത്തപ്പം നമ്മൾ സെക്കൻഡ് ടേം 10 എടുത്ത് അങ്ങനെ ആകുമ്പോൾ എന്താണ് അതിൻ്റെ ഫിഫ്ത്ത് ടേം നമുക്ക് എന്താണ് നമുക്ക് 35 മൈനസ് 10 എന്ന് പറയുമ്പോൾ എന്താണ് 25 എന്ന് കിട്ടി. ഓക്കെ, ഇവിടെ നമുക്ക് ഫിഫ്ത്ത് ടേം 25 എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താണ് ബാക്കിയുള്ള സീക്വൻസിലെ ബാക്കിയുള്ള നമ്പർ ഇങ്ങനെ എഴുതി നമുക്ക് ഫസ്റ്റ് ടേമും സെക്കൻഡ് ടേമും കിട്ടി, ഫിഫ്ത്ത് ടേമും കിട്ടി. അങ്ങനെ ആകുമ്പോൾ ബാക്കിയുള്ള എന്താണ് സീക്വൻസ് നമ്മൾ എങ്ങനെയാണ് എഴുതാന്ന് വെച്ചാൽ ശ്രദ്ധിക്കുക. എങ്ങനെ അറിയാം? ഇതിപ്പോൾ നമുക്ക് 10 എന്ന് കിട്ടി, ഇത് എന്താണ് 35 എന്ന് കിട്ടി. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഈ സെക്കൻഡ് ടേമിനോട് എത്ര കോമൺ ഡിഫറൻസ് കൂട്ടിയാലാണ് ഫിഫ്ത്ത് ടേമിൽ എത്തുന്നത് നോക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ എത്ര കോമൺ ഡിഫറൻസ് കൂട്ടിയാലാണ് 1, 2, 3 കോമൺ ഡിഫറൻസ് കൂട്ടിയാലാണ് എന്ത് ഫിഫ്ത്ത് ടേമിൽ എത്തുന്നത്. അപ്പോൾ സെക്കൻഡ് ടേമിനോട് 3 കോമൺ ഡിഫറൻസ് കൂട്ടിയാലാണ് എന്ത് ഫിഫ്ത്ത് ടേം ആയ ഈ 25 എത്തുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിന്ന് കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ സെക്കൻഡ് ടേം 10 ആണ്. അപ്പോൾ 10 + 3D = എന്താണ് 25 എന്ന് ചെയ്യുക അല്ലേ. എന്നിട്ട് അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? കോമൺ ഡിഫറൻസ് നിങ്ങൾ ഇത് വയ്ക്കാൻ നിങ്ങൾക്ക് എന്ത് കിട്ടും? 5 എന്ന് കിട്ടും. അപ്പോൾ കോമൺ ഡിഫറൻസ് നമുക്ക് കണ്ടുപിടിച്ചാൽ നമുക്ക് പിന്നെ ബാക്കി കണ്ടുപിടിച്ചൂടെ? സെക്കൻഡ് ടേം 10 ആണെങ്കിൽ തേർഡ് ടേം എന്താണ് കോമൺ ഡിഫറൻസ് കൂട്ടി പോകുക അല്ലേ. 10 + 5 15, 15 + 5 20, 20 + 5 25 അങ്ങനെ പോകും അല്ലേ. പിന്നെ ഇനി ഇങ്ങോട്ടേക്ക് ഫസ്റ്റ് ടൈം കാണണമെങ്കിലോ സെക്കൻഡ് ടേമിന് ആ കോമൺ ഡിഫറൻസ് കുറയ്ക്കുക അല്ലേ. അപ്പോൾ 10 - 5 5 അപ്പോൾ ഇതാണ് എന്ത് കോമൺ ഡിഫറൻസ് അല്ല ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ നമ്മുടെ സീക്വൻസ് എന്ത് കിട്ടും? 5 10 15 20 25 30 എക്സെട്ര എന്ന് കിട്ടും അല്ലേ. ഇനി നമുക്ക് വേറൊരു കാര്യം കൂടി ഇതൊന്ന് പറയാനുണ്ട്. എന്താ അറിയാം? ഇപ്പം നമ്മൾ നോക്ക്, ഇതാണ് നമ്മുടെ അരിത്മെറ്റിക് സീക്വൻസ്. ഇതിനെ നോക്കിയാൽ സം ഓഫ് തേർഡ് ടേമും ഫോർത്ത് ടേമും കൂടി കൂട്ടി എത്ര കിട്ടുന്നത് നോക്കിയാൽ 15 + 20 എത്രയാണ്? 35 അല്ലേ. ഇനി നമുക്ക് സം ഓഫ് എ സെക്കൻഡ് ടേമും പിന്നെ ഇത് എത്രാമത്തെ ടേമാ? ഫിഫ്ത്ത് ടേമും കൂടി കൂട്ടിയാൽ ഇത് ഫിഫ്ത്ത് അല്ലേ. 1 2 3 4 5 അല്ലേ. അപ്പോൾ എന്താണ് സെക്കൻഡ് ടേമും ഫിഫ്ത്ത് ടേമും കൂടി കൂട്ടിയാൽ നമുക്ക് എന്ത് കിട്ടും? 25 + 10 35 എന്ന് കിട്ടും അല്ലേ. ഇനി ഫസ്റ്റ് ടേമും സിക്സ്ത് ടേമും കൂടി കൂട്ടി നോക്കിയാൽ 5 + 30 35 അല്ലേ. അപ്പോൾ എന്താണ് ഈ രണ്ട് നമ്പറുകൾ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ എന്താണ് അതിൻ്റെ സമ്മ് എന്താണ് മറ്റേ ഈ നമ്പർ നമ്മൾ എടുക്കുന്ന നമ്പറിൻ്റെ ബാക്കിലുള്ള നമ്പറും അതുപോലെ മറ്റേ നമ്പറിൻ്റെ മുന്നിലുള്ള നമ്പറും കൂടി കൂട്ടിയതായിരിക്കും എന്ത് അതിൻ്റെ സമ്മ് എന്ന് പറയുന്നത്. എല്ലാ സമ്മും ഈക്വൽ ആയിരിക്കും. നമുക്ക് തേർഡും ഫോർത്തും അല്ലേ. 15 + 20 35. ഇനി എന്താണ് തേർഡിൻ്റെ മുന്നേ ഉള്ളത് സെക്കൻഡാണ്, അതുമാതിരി ഫോർത്തിന് ശേഷമുള്ളത് 25 ആണ് അല്ലേ. അത് രണ്ടും കൂടി കൂട്ടിയൊക്കെ 10 + 25 35 കിട്ടുന്നത്. ഇനി എന്താണ് ഇവിടുന്ന് ഇങ്ങോട്ടേക്കും ഇവിടുന്ന് ഇങ്ങോട്ടേക്കും അല്ലേ. അപ്പോൾ എന്താണ് 5 + 30 35 അല്ലേ. ഓക്കെ, ഇനി നമ്മൾ അങ്ങനെയാണ് എന്താക്കുന്നത് നമ്മൾ ഈ ഇതിൽ പറയുന്നത് ഈവൻ നമ്പർ ആണെങ്കിൽ ശ്രദ്ധിക്കുക കേട്ടോ. അത് ഈവൻ നമ്പർ ആണെങ്കിൽ അതായത് 1 2 3 4 5 6 7 8 അല്ലേ. അപ്പോൾ നമ്മൾ ഈവൻ നമ്പർ ആണ് നമുക്ക് തന്നെങ്കിൽ നമ്മൾ അടുത്തടുത്ത നമ്പർ അതായത് അടുത്ത നമ്പർ കൂട്ടുക. അതേ നമ്പർ തന്നെ ആയിരിക്കും അതിൻ്റെ തൊട്ട ബാക്കിലുള്ള നമ്പറും അതായത് കഴിഞ്ഞുള്ള നമ്പറും കൂടി കൂട്ടിയാൽ എന്താണ് ആ സെയിം നമ്പർ ആയിരിക്കും. ഓക്കെ, നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നമുക്ക് നോക്കാം. ഈ ക്വസ്റ്റ്യൻ നോക്കുക. 4th and 8th ടേം എത്ര സമ്മ്? അതിൻ്റെ 4th ടേമിൻ്റെയും 8th ടേമിൻ്റെയും സമ്മ് എന്ന് പറയുന്നത് എത്ര? 45 ആണ്. അപ്പോൾ അതിന് നമുക്ക് എന്തൊക്കെയാണ് പറയാൻ നോക്കുക. നോക്കൂ, സം ഓഫ് 4th and 8th ഇതാണ് 4th അല്ലേ. 4th-ഉം 8th-ൻ്റെയും സമ്മ് എന്ന് പറയുന്നത് 45 ആണ്. ഓക്കെ, ഇത് 45 ആണ്. അങ്ങനെയാണെങ്കിൽ ബാക്കി ഏതൊക്കെയാണ് നമ്പർ 45 ആയിരിക്കും? നോക്കൂ ഏതൊക്കെയായിരിക്കും?
ഇതാ 5ഉം 7ഉം എന്തായിരിക്കും 45 ആയിരിക്കും അല്ലേ. 5th ടേം ആൻഡ് 7th ടേം എന്തായിരിക്കും 45 ആയിരിക്കും. ഓക്കെ, പിന്നെ എന്താണ് 3rd ടേമും പിന്നെ അതുപോലെ എന്താണ് 9th ടേമും 45 ആയിരിക്കും. അതുപോലെ 2nd ടേമും 10th ടേമും എന്തായിരിക്കും 45 ആയിരിക്കും അല്ലേ. പിന്നെ ഫസ്റ്റ് ടേമും എന്താണ് 11th ടേമും എന്തായിരിക്കും 45 ആയിരിക്കും അല്ലേ. അപ്പോൾ ഫസ്റ്റ് ടേമും 11th ടേമും സം ഓഫ് ഫസ്റ്റ് ടേം ആൻഡ് 11th ടേം ആറ് എന്താണ് ഈസ് എന്താണ് 45 ആയിരിക്കും. സം ഓഫ് സെക്കൻഡ് ടേം ആൻഡ് 10th ടേം ഈസ് എന്താണ് 45 ആണ്. സം ഓഫ് 3rd ടേം ആൻഡ് 9th ടേം ഈസ് 45. 4th ടേം ആൻഡ് 8th ടേം സം ഓഫ് 4th ടേം ആൻഡ് 8th ടേം ഈസ് 45. സം ഓഫ് 5th ടേം ആൻഡ് 7th ടേം ഈസ് 45 നമുക്ക് പറയാം അല്ലേ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിന് എന്തൊക്കെയാ പറയാമെന്ന് മനസ്സിലായില്ലേ. എത്ര 45 നമുക്ക് പറയാം, എത്ര ഇത് പറയാം, 1 2 3 4 5 ഇത് പറയാം അല്ലേ നമുക്ക്. പിന്നെ ഇവിടെ 0 നെഗറ്റീവ് കൊടുക്കണം അതും പറയാം അല്ലേ. ഓക്കെ, പിന്നെ എന്താ നമുക്ക് പറയാൻ പറ്റുക. പിന്നെ നമുക്കൊരു ക്വസ്റ്റ്യൻ, സം ഓഫ് ദ ഫസ്റ്റ് 4 ടേംസ് ഓഫ് അരിത്മെറ്റിക് സീക്വൻസ് ഈസ് 100. ഫസ്റ്റ് 4 ടേംസ് എന്ന് പറയുന്നത് എന്താണ്, സം എന്ന് പറയുമ്പോൾ എന്താണ് 100 ആണെന്ന് പറഞ്ഞു. ഓക്കെ, സം ഓഫ് ഫസ്റ്റ് 4 ടേംസ്, ഈ 4 ഫസ്റ്റ് ടേമും സെക്കൻഡ് ടേമും 3rd ടേമും 4th ടേമും കൂടി കൂട്ടിയത് എന്താണ് 100 ആണെന്ന് പറഞ്ഞു. അങ്ങനെ ആകുമ്പം നമുക്ക് എന്താണ് ആ സീക്വൻസ് ഇതിനെക്കുറിച്ച് വേറെ എന്തെങ്കിലും പറയാൻ പറ്റുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആദ്യത്തെ 4 ടേമുകൾ കൂട്ടിയാൽ 100 പറഞ്ഞു. വേറെ എന്തൊക്കെ നമുക്ക് ഇതൊന്ന് പറയാൻ പറ്റും, നമുക്ക് ഇക്കാര്യം പറഞ്ഞുകൂടെ. നമുക്ക് മക്കളെ ഇവിടെ നമുക്ക് 100 ആണല്ലോ, ഇത് 4ഉം കൂടി കൂട്ടിയാൽ 100 ആണല്ലോ. പിന്നെ നമുക്കൊരു കാര്യം അറിയാം, എന്ത് സെക്കൻഡ് ടേമും 3rd ടേമും കൂടി കൂട്ടിയതും അതുപോലെ ഫസ്റ്റ് ടേമും 4th ടേമും കൂടി കൂട്ടിയതും എന്താണ് ഈക്വൽ ആയിരിക്കും നമുക്ക് അറിയാം അല്ലേ. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ. അപ്പോൾ സെക്കൻഡ് ടേമും 3rd ടേമും കൂടി കൂട്ടിയതും അതുപോലെ ഫസ്റ്റ് ടേമും 4th ടേമും കൂടി കൂട്ടിയത് ഈക്വൽ ആണ്. അപ്പോൾ 4 ടേമുകൾ കൂടി കൂട്ടിയത് 100 ആണെങ്കിൽ ഇത് എത്ര ആയിരിക്കും, 50 ആയിരിക്കും അല്ലേ. ഈ സെക്കൻഡ് ടേമും 3rd ടേമും കൂടി കൂട്ടിയത് 50, അതുപോലെ ഫസ്റ്റ് ടേമും 4th ടേമും കൂടി കൂട്ടിയത് 50 അല്ലേ. അപ്പോൾ 50 + 50 100 ആയല്ലോ. ഓക്കെ, അപ്പോൾ നമുക്ക് പറയാം അല്ലേ. അപ്പോൾ ഫസ്റ്റ് ടേം പ്ലസ് 4th ടേം എന്താ 50 ആണ് അല്ലേ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ടേം നമുക്കിപ്പോൾ എന്താണ്, ഇപ്പം നമുക്ക് ഫസ്റ്റ് ടൈം 10 ആണെന്ന് അറിയാൻ വിചാരിച്ചോ. ഫസ്റ്റ് ടൈം ഇപ്പോൾ 10 ആണെന്ന് എന്താണ് ഒരു തന്നിട്ടുണ്ട് വിചാരിക്കുക. അങ്ങനെ ആകുമ്പോൾ നമുക്ക് 4th ടേം എന്തായിരിക്കും, ഇത് രണ്ടും കൂടി കൂട്ടിയ 50 ആണല്ലോ. അങ്ങനെയാണെങ്കിൽ എന്താണ് 50 - 10 എത്രയാണ് 40 ആയിരിക്കും അല്ലേ. അപ്പോൾ 4th ടേം എന്താണ് 40 ആയിരിക്കും. അപ്പോൾ നമുക്ക് എന്താണ് ഫസ്റ്റ് ടേമും 4th ടേമും കിട്ടിയില്ലേ. പിന്നെ ഇതൊന്ന് കോമൺ ഡിഫറൻസ് കണ്ടുപിടിച്ചൂടെ. അപ്പോൾ ഫസ്റ്റ് ടേമിനോട് എത്ര കോമൺ ഡിഫറൻസ് കൂട്ടിയാലാണ് ഈ 4th ടേം ആയ 40 എത്തുക. അപ്പോൾ ഫസ്റ്റ് ടേമിൽ നിന്ന് 4th ടേമിൽ എത്തിക്കാൻ 4 - 1 3 കോമൺ ഡിഫറൻസ് കൂട്ടണം അല്ലേ. അപ്പോൾ ഈ ഫസ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ 10 ആണ്. അപ്പോൾ 10 പ്ലസ് പിന്നെ 3 കോമൺ ഡിഫറൻസ് ഇസ് ഈക്വൽ ടു 40 അല്ലേ. അതിന് നമുക്ക് എന്താക്കുക, കോമൺ ഡിഫറൻസ് കണ്ടുപിടിച്ചാൽ നമുക്ക് എന്താക്കാണ് ആ സീക്വൻസ് അങ്ങോട്ട് എഴുതുക അല്ലേ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് നോക്കിയാൽ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് എന്താക്കും, കോമൺ ഡിഫറൻസ് ഇതാ 10, ഈ ഫസ്റ്റ് ടേമിനോട് ഫസ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ 10 അല്ലേ. ആ 10 എഴുതി പ്ലസ് എത്ര കോമൺ ഡിഫറൻസ് ആണ് കൂട്ടേണ്ടത്, 4ാമത്തെ ടേമിലേക്ക് എത്തുന്നു 1ാമത്തെ ടേമിൽ നിന്ന്. അപ്പോൾ 4ൽ നിന്ന് 1 കുറച്ചാൽ 3 അല്ലേ. 3 പിന്നെ കോമൺ ഡിഫറൻസ് പറയുമ്പോൾ ഡി എഴുതുക അല്ലേ. ഈക്വൽ ടു 4ാമത്തെ ടേം എത്രയാണ് 40, ആ 40 എഴുതി അല്ലേ. അപ്പോൾ 3 ഈക്വൽ ടു 40, ഈക്വലിന് അപ്പുറത്തുള്ള നമ്പറിന് ആദ്യം എഴുതും. പിന്നെ ഈ 10 ഈക്വലിന് അപ്പുറത്ത് കൊണ്ടുവരുമ്പോൾ എന്തായി -10 എന്നാവും അല്ലേ. അപ്പോൾ 40 നിന്ന് 10 കുറച്ചാൽ എത്രയാണ് 30. അപ്പോൾ ഡി ഈസ് ഈക്വൽ ടു എന്താണ് 30 ഡിവൈഡഡ് ബൈ പിന്നെ ഈ 3 ഇത് അല്ലേ. 30 ഡിവൈഡഡ് ബൈ 3 10 അല്ലേ. അപ്പോൾ നമുക്ക് എന്താണ് കോമൺ ഡിഫറൻസ് 10 എന്ന് കിട്ടി. അങ്ങനെ നമുക്ക് ഫസ്റ്റ് ടൈം 10 ആണ്, കോമൺ ഡിഫറൻസ് 10 ആണെങ്കിൽ നമുക്ക് ആ സീക്വൻസ് കണ്ടുപിടിച്ചൂടെ. 10 നിന്ന് 10 കൂട്ടിയാൽ 20 അല്ലേ. സെക്കൻഡ് ടൈം 20 കിട്ടി. 20 നിന്ന് 10 കൂട്ടിയാൽ 30, 30 നിന്ന് 10 കൂട്ടിയാൽ 40 അല്ലേ. അതാണ് നമുക്ക് കിട്ടുക അല്ലേ. ഓക്കെ, ദെൻ ഇനി എന്താണ് ഈ ചോദ്യം നോക്കുക. നോക്കുക ക്വസ്റ്റ്യൻസ് നോക്കുക. റൈറ്റ് 4 അരിത്മെറ്റിക് സീക്വൻസ് വിത്ത് സം ഓഫ് ദ ഫസ്റ്റ് 4 ടേംസ് 100. അപ്പോൾ 4 അരിത്മെറ്റിക് സീക്വൻസ് എഴുതാനാണ്. അതിൻ്റെ സം ഓഫ് ഫസ്റ്റ് 4 ടേംസ് എന്താണ് 100 ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് എങ്ങനെയൊക്കെയാണ് ചെയ്യുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. റൈറ്റ് 4 അരിത്മെറ്റിക് സീക്വൻസ് വിത്ത് സം ഓഫ് ദ ഫസ്റ്റ് 4 ടേംസ് 100. അപ്പോൾ എന്താണ് 4 അരിത്മെറ്റിക് സീക്വൻസ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ് ആദ്യത്തെ 4 ടേമുകൾ എന്താണ് കൂട്ടിയാൽ 100 കിട്ടുന്ന പറഞ്ഞിരിക്കുന്നത്, 100 കിട്ടുന്ന പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പോൾ നമുക്കറിയാം എന്ത് ഫസ്റ്റ് ടേമും സെക്കൻഡ് ടേമും 3rd ടേമും 4th ടേമും കൂടി കൂട്ടിയാലാണ് എന്ത് 100 കിട്ടുന്നത് അല്ലേ. അങ്ങനെ ആകുമ്പോൾ എന്താണ് ഫസ്റ്റ് ടേമും 4th ടേമും ഇതിനോടും അതുപോലെ എന്താണ് സെക്കൻഡ് ടേമും 3rd ടേമും കൂടി തുക എന്താണ് ഈക്വൽ ആയിരിക്കില്ല. അതിൻ്റെ സം എന്ന് പറയുന്നത് അതായത് ഫസ്റ്റ് ടേം പ്ലസ് 4th ടേം
ഈസ് ഈക്വൽ ടു എന്താണ് സെക്കൻഡ് ടേം പ്ലസ് തേർഡ് ടേം ആയിരിക്കും അല്ലേ. ഓക്കെ, അപ്പൊ 100 എന്നല്ല പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എന്താണ് 100 ആകുമ്പോൾ എന്താണ് ഫസ്റ്റ് ടേമും ഫോർത്ത് ടേമും കൂടി കൂട്ടി എന്താണ് 50 ആയിരിക്കും. അതുപോലെ സെക്കൻഡ് ടേമും തേർഡ് ടേമും കൂടി കൂട്ടി 50 ആയിരിക്കും. 50 പ്ലസ് 50 100 ആയില്ലേ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ടേമും ഫോർത്ത് ടേമും എന്തായിരിക്കും 50 ആയിരിക്കും അല്ലേ. അങ്ങനെ ആകുമ്പോൾ എന്താണ് നമുക്കൊരു സീക്വൻസ് എഴുതണം അല്ലേ. അപ്പൊ നമുക്ക് എന്താണ് ഫസ്റ്റ് ടേം ഞാൻ എന്തെടുക്കുകയാണ് 10 എടുക്കുകയാണെങ്കിൽ ഈ എടുത്ത മാതിരി തന്നെ 10 എടുക്കുകയാണ്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഫസ്റ്റ് ടേമും സെക്കൻഡ് ടേമും തേർഡ് ടേമും ഫോർത്ത് ടേമും കൂടി കൂട്ടിയതാണല്ലോ 100 എടുത്തത് അല്ലേ. അതിൽ ഫസ്റ്റ് ടേം ഞാൻ 10 എടുത്തു അല്ലേ. അപ്പൊ ഫോർത്ത് ടേം എന്താണ് നമുക്കറിയാം, ഫസ്റ്റ് ടേമും ഫോർത്ത് ടേമും കൂടി കൂട്ടിയ എന്താണ് 50 ആണെന്ന് നമുക്ക് പഠിച്ചിട്ടുണ്ട് അല്ലേ. ഇവിടെ 100 ആയതുകൊണ്ട് അല്ലേ, ഇത് 4 കൂടി കൂട്ടിയതാണ് 100 അല്ലേ. അപ്പൊ ഈ സെക്കൻഡ് ടേമും തേർഡ് ടേമും കൂടി കൂട്ടിയതിനോട് എന്താണ് ഫസ്റ്റ് ടേമും ഫോർത്ത് ടേമും കൂടി കൂട്ടിയ ഈ എന്താണ് സമ്മ് ഈക്വൽ ആയിരിക്കും. അപ്പൊ 50 പ്ലസ് 50 100 അല്ലേ. അപ്പൊ ഫസ്റ്റ് ടേമും ഫോർത്ത് ടേമും എന്തായാലും 50 ആയിരിക്കും. അപ്പൊ നമുക്ക് എന്താണ് ഈ ഫസ്റ്റ് ടേം 10 എടുക്കുകയാണെങ്കിൽ ഫോർത്ത് ടേം എന്തായിരിക്കും, ഈ ഫോർത്ത് ടേം കിട്ടുന്നത് രണ്ടും കൂടി 50 അല്ലേ. അപ്പൊ 50 ഈ 10 കുറച്ചാൽ പോരെ. അപ്പൊ നമുക്ക് 40 കിട്ടും അല്ലേ. അപ്പൊ ഫോർത്ത് ടേം നമുക്ക് 40 കിട്ടി അല്ലേ. ഇനി എന്താക്കണേ നമുക്ക് അതിന്റെ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കണം അല്ലേ. അപ്പൊ കോമൺ ഡിഫറൻസ് കണ്ടുപിടിച്ചാലേ എന്താക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഫോർത്ത് ടേം നമുക്ക് 14 കിട്ടി അല്ലേ. ഇനി നമുക്ക് എന്താക്കണം, ഫസ്റ്റ് ടേമും ഫോർത്ത് ടേമും അറിയാം അല്ലെ. നമുക്ക് എന്താക്കണം, ഇനി അരിത്മെറ്റിക് സീക്വൻസ് ചെയ്തണ്ടേ. അരിത്മെറ്റിക് സീക്വൻസ് ചെയ്തണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താക്കണം, നമുക്ക് കോമൺ ഡിഫറൻസ് അറിയണം അല്ലെ. അതിന് കോമൺ ഡിഫറൻസ് ഇത് എങ്ങനെയാണ്, നമുക്ക് ഫസ്റ്റ് ടേമിനോട് ഫോർത്ത് ടേമിൽ എത്തണമെന്നുണ്ടെങ്കിൽ എത്ര കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യണം, 1 2 3 കോമൺ ഡിഫറൻസ് എന്താക്കണം ആഡ് ചെയ്യണം അല്ലെ. അപ്പൊ നമുക്ക് എന്താ ഫസ്റ്റ് ടേമിനോട് 3 കോമൺ ഡിഫറൻസ് ആഡ് ചെയ്താലാണ് ഫോർത്ത് ടേം ആയ 40 കിട്ടുക അല്ലെ. അപ്പൊ നമുക്ക് എന്താക്കുക, ഫസ്റ്റ് ടേം എന്ന് പറയുമ്പോൾ 10 അല്ലേ. അപ്പൊ 10 പ്ലസ് 3 കോമൺ ഡിഫറൻസ് പറയുമ്പോൾ 3D അല്ലെ. 3D ഈക്വൽ ടു ഫോർത്ത് ടേം എന്ന് പറഞ്ഞാൽ 40 അല്ലെ. അപ്പൊ ഫസ്റ്റ് ടേമിനോട് 3 കോമൺ ഡിഫറൻസ് ആഡ് ചെയ്താലാണ് ഫോർത്ത് ടേം ആയ 40 എത്തുക. അത് ഇങ്ങനെ എഴുതിയല്ലോ. ഇനി ഇതൊന്നും എന്താക്കുക, നമുക്ക് D കണ്ടുപിടിക്കണം അല്ലെ. അപ്പൊ നമുക്ക് എന്താക്കാം, 3D ഈക്വൽ ടു ഈ 40 ഈക്വലിന് അപ്പുറത്തുള്ള നമ്പറിനെ അവിടെ തന്നെ വെക്കണം. പിന്നെ പ്ലസ് 10 ഈക്വലിന് അപ്പുറത്ത് പോകുമ്പോൾ എന്തായി -10 അല്ലെ. അപ്പൊ 3D ഈക്വൽ ടു 40 -10 ഈക്വൽ ടു 30 കിട്ടി അല്ലെ. ഇനി D ഈക്വൽ ടു ഇൻറ്റു 3 ആണല്ലോ, ഈക്വലിന്റെ അപ്പുറത്ത് പോകുമ്പോൾ എന്തായി ഡിവൈഡഡ് ബൈ 3 ആവും അല്ലെ. ഇപ്പൊ 30/3 ഈക്വൽ ടു 10 ആയി. അപ്പൊ നമുക്ക് എന്താക്കാം, നമുക്ക് നമ്മളെ അരിത്മെറ്റിക് സീക്വൻസ് എങ്ങനെ എഴുതാം, ഫസ്റ്റ് ടേം 10 ആണല്ലോ, 10 പിന്നെ കോമൺ ഡിഫറൻസ് 10 എന്ന് നമുക്ക് കണ്ടുപിടിച്ചില്ലേ. അപ്പൊ ഇതിനോട് ഫസ്റ്റ് ടേമിനോട് കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യുക. അപ്പൊ 10 പ്ലസ് 10 20, 20 പ്ലസ് 10 30, 30 പ്ലസ് 10 40 എക്സെട്ര അല്ലെ. ഫോർത്ത് ടൈം 40 അല്ലേ, ഇവിടെയും 40 അല്ലേ കിട്ടിയിരിക്കുന്നത്. അപ്പൊ 1 നമുക്ക് എഴുതി അല്ലെ. ഇനി നമുക്ക് എന്താക്കണം, 1നെ 4 കോമൺ എന്താണ് സീക്വൻസ് ചെയ്താൻ പറഞ്ഞിട്ടുണ്ട് അല്ലെ. ഓക്കെ, ഇനി രണ്ടാമത്തെ ഞാൻ ഫസ്റ്റ് ടൈം എടുക്കുന്നത്, നമുക്ക് ഇഷ്ടമുള്ള എടുക്കാം അല്ലെ. ഫസ്റ്റ് ടൈം ഇഷ്ടമുള്ള എടുത്താലും നമുക്ക് ഇത് കിട്ടണം, നമുക്ക് എന്തെങ്കിലും സീക്വൻസ് കിട്ടണം. ഓക്കെ, ഈ ഫസ്റ്റ് ടൈം ഞാൻ 1 എടുത്തിരിക്കുന്നത്. അപ്പൊ ഫോർത്ത് ടൈം എന്താക്കി 50 - 1 ഈക്വൽ ടു 49 കിട്ടി അല്ലെ. ഇനി ഫസ്റ്റ് ടൈമിനോട് 3 കോമൺ ഡിഫറൻസ് കൂട്ടിയാലാണ് ഈ ഫോർത്ത് ടൈം ആയ 49 കിട്ടുക അല്ലെ. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഓക്കെ, ഇനി 3D ഈക്വൽ ടു 49 മൈനസ് പ്ലസ് 1 ഈക്വലിന് അപ്പുറത്ത് പോകുമ്പോൾ -1 അല്ലെ. ഈ 49 - 1 എന്തായി 48 എന്നായി അല്ലെ. ഇനി D ഈക്വൽ ടു എന്താ 48 ഡിവൈഡഡ് ബൈ ഈ ഇൻറ്റു 3 ഈക്വലിന് അപ്പുറത്ത് വരുമ്പോൾ ഡിവൈഡഡ് ബൈ 3 ഈക്വൽ ടു 48 ഡിവൈഡഡ് ബൈ 3 ചെയ്ത് നോക്കുക എത്ര 16 അല്ലെ. അപ്പൊ നമുക്ക് എന്ത് കിട്ടി, കോമൺ ഡിഫറൻസ് 16 കിട്ടി. ഓക്കെ, ഇനി എന്താണ് ഫസ്റ്റ് ടൈം 1 അല്ലേ. അപ്പൊ 1 എന്ന് എഴുതി. ഇനി 1നോട് എന്താണ് കോമൺ ഡിഫറൻസ് ആഡ് ചെയ്ത് പോകും അല്ലെ. 1 + 16 17, 17 പ്ലസ് 16 33, 33 പ്ലസ് 16 49, 49 പ്ലസ് 16 65 എക്സെട്ര അല്ലെ. അപ്പൊ നമുക്ക് ഒരു സംഭവം ഉണ്ട്, എന്ത് 4 ടേമുകളും കൂടി കൂട്ടിയാൽ 100 കിട്ടണം അല്ലെ. അപ്പൊ നിങ്ങൾ നോക്കി, ഈ 4 ടേമുകളും കൂട്ടിയാൽ 100 കിട്ടുന്നത് ആണ് അല്ലെ. അതുപോലെ ഈ 4 ടേമും കൂടി കൂട്ടി നോക്കിയെന്ന് 100 കിട്ടുന്നത്. 4 ടേം കിട്ടോ, 5 ടേം എഴുതിയിട്ട് 4 ടേം കൂട്ടിയാൽ 100 കിട്ടേണ്ടത്. ഞാൻ അടുത്ത് ഞാൻ ഫസ്റ്റ് ടേം എടുക്കുന്നത് 4 ആണ് കേട്ടോ. അപ്പൊ ഫോർത്ത് ടേം എന്തായിരിക്കും, 50 - 4. ഈ 50 എവിടുന്നാ കിട്ടിയിരുന്നേ, ഓർമ്മ ഉണ്ടോ? 50 എവിടുന്ന നമുക്കറിയാം. അതാ 4 ടേമും കൂടി കൂട്ടിയാൽ 100. അതുപോലെ രണ്ടാമത്തെയും മൂന്നാമത്തെ ടേം കൂട്ടിയാലും അതുപോലെ ഒന്നാമത്തെയും നാലാമത്തെയും ടേമും കൂട്ടിയാലും ഈക്വൽ ആയിരിക്കും അല്ലെ. അപ്പൊ 50 ആയിരിക്കും അല്ലേ. അപ്പൊ 50 + 50 100, അങ്ങനെയാണ് 50 കിട്ടിയിട്ട്. അപ്പൊ ഒന്നാമത്തെ ടേമും നാലാമത്തെ ടേമും കൂടി കൂട്ടിയാൽ 50, അതാണ് ഇവിടെ എഴുതിയത്. അപ്പൊ നാലാമത്തെ ടേം എന്താണ്, 50 ഫസ്റ്റ് ടൈം കുറയ്ക്കുക അല്ലെ. അപ്പൊ 46 കിട്ടും. ഇനി എന്താക്കുക, ഫസ്റ്റ് ടേമിനോട് 3 കോമൺ ഡിഫറൻസ് കൂട്ടിയാലാണ് ഫോർത്ത് ടേം കിട്ടുക അല്ലെ. അപ്പൊ ഫോർത്ത് ടേം ഇവിടെ 46 ആണ് അല്ലെ. അപ്പൊ 4 ഫസ്റ്റ് ടൈം 4 അല്ലേ, 4നോട് 3D കൂട്ടിയാൽ എത്രയാണ്, നമുക്ക് ഫോർത്ത് ടേം ആയ 46 കിട്ടും. ഓക്കെ, ഇനി നമുക്ക് നിന്ന് എന്താക്കണം, കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കണം അല്ലെ. അപ്പം 3D ഈക്വൽ ടു
ഈ 46 മൈനസ് +4 ഈക്വലിന് അപ്പുറത്ത് കൊണ്ടുപോകുമ്പോൾ എന്തായി -4 ഇസ് ഈക്വൽ ടു എന്താക്കി 42 എന്ന് കിട്ടി അല്ലേ. ഇനി എന്താക്കണം, നമുക്ക് കോമൺ ഡിഫറൻസ് ഇസ് ഈക്വൽ ടു എന്താണ് ഈ 42 ഡിവൈഡഡ് ബൈ ഇൻറ്റു 3 ഈക്വലിന് അപ്പുറത്ത് പോകുമ്പോൾ ഡിവൈഡഡ് ബൈ 3 അല്ലേ, ഈക്വൽ ടു എന്ത് കിട്ടും 14 കിട്ടും. അപ്പോൾ കോമൺ ഡിഫറൻസ് എന്താണ് നമുക്ക് 14 ആണ് കിട്ടിയിരിക്കുന്നത് അല്ലേ. ഇനി എന്താക്കണം നമുക്ക് ഫസ്റ്റ് ടൈം 4 അല്ലേ, ആ 4 ഇവിടെ എഴുതി. ഇനി കോമൺ ഡിഫറൻസ് ഈ 4നോട് കൂട്ടി പോവുക അല്ലേ. അപ്പോൾ 4 + 14 എത്രയാണ് 18, 18 + 14 എത്രയാണ് 32, 32 + 14 എത്രയാണ് 46 എക്സെട്ര അല്ലേ. ഇനി നമുക്ക് ശരിയാണോ നോക്കണമെങ്കിൽ ഇതെല്ലാം കൂടി കൂട്ടിയാൽ എന്താണ് നമുക്ക് 100 നമുക്ക് ഇവിടെ പറഞ്ഞിട്ടുണ്ട് അല്ലേ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതെല്ലാം കൂടി കൂട്ടിയാൽ 100 അല്ലേ കിട്ടുന്നത് ആണ് അല്ലേ. അപ്പോൾ 3 എഴുതിയില്ലേ. 4 അരിത്മെറ്റിക് സീക്വൻസ് ചെയ്താണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒന്നും കൂടി വേണം. അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈം ഏതാ എടുക്കുന്നത് 7 എടുക്കുകയാണ്. ഇനി അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈം 7 എടുക്കുകയാണ് കേട്ടോ. ഫോർത്ത് ടൈം എത്രയാണ് നമുക്ക് 50 7 കുറച്ചാൽ എത്രയാണ് 43 എന്ന് കിട്ടും അല്ലേ. ഇനി നമുക്ക് എന്താക്കണം, നമുക്ക് കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കണം അല്ലേ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ടേമിനോട് എന്താണ് 3 കോമൺ ഡിഫറൻസ് കൂട്ടിയാലാണ് എന്ത് വരുന്നത് ഫോർത്ത് ടേം ആയ 43 കിട്ടുക അല്ലേ. അപ്പോൾ ഫസ്റ്റ് ടേം എന്ന് പറയുമ്പോൾ 7 അല്ലേ, 7നോട് 3 കോമൺ ഡിഫറൻസ് കൂട്ടിയാൽ എന്ത് കിട്ടും ഫോർത്ത് ടേം ആയ 43 കിട്ടും അല്ലേ. ഓക്കെ, ദെൻ അടുത്തത് എന്താണ് നമുക്ക് +7 ഈക്വൽറ്റിനെ കൊടുത്തു കൊണ്ടുപോകുക അല്ലേ. അപ്പോൾ 3D is equal to ആ ഡീൻ്റെ കൂടുതലുള്ള നമ്പറിനെ ആദ്യം ഇവിടെ വെച്ചിട്ട് നമ്പറിനെയൊക്കെ നമ്മൾ എന്താക്കുക അപ്പുറത്ത് കൊണ്ടുവരാം. 43 - 7 ഓക്കെ, 43 - 7 ചെയ്യുക. അപ്പോൾ എന്ത് കിട്ടും 43 - 7 എന്ന് പറഞ്ഞാൽ എത്രയാണ് 36 അല്ലേ. 36 ആണോ ആണല്ലേ. 43 - 7 എന്ന് പറഞ്ഞാൽ 36. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടി 36 കിട്ടി. ഇനി നമുക്ക് എന്താക്കുക D is equal to 36 ഡിവൈഡഡ് ബൈ 3 is equal to നമുക്ക് എന്ത് കിട്ടും 36 ഡിവൈഡഡ് ബൈ 3 is equal to 12 എന്ന് കിട്ടും. അപ്പോൾ കോമൺ ഡിഫറൻസ് നമുക്ക് എന്ത് കിട്ടി 12 എന്ന് കിട്ടിയല്ലോ. അപ്പോൾ കോമൺ ഡിഫറൻസും ഫസ്റ്റ് ടേമും നമുക്കറിയാമെങ്കിൽ നമുക്ക് എന്താണ് ആ അരിത്മെറ്റിക് സീക്വൻസ് എഴുതി കൂടെ. ഫസ്റ്റ് ടേം എത്രയാണ് 7 അല്ലേ. 7നോട് എന്താണ് കോമൺ ഡിഫറൻസ് ആയ 12 കൂട്ടിയ എത്രയാണ് കോമൺ ഡിഫറൻസ് 12 കൂട്ടിയ എത്രയാണ് 19 അല്ലേ. അപ്പോൾ 19 കിട്ടും. ഓക്കെ, ഇനി അടുത്ത എന്താണ് 19നോട് 12 കൂട്ടുക അല്ലേ. അപ്പം നമുക്ക് എന്ത് കിട്ടും 31 കിട്ടും. ഓക്കെ, ഇനി 31നോട് എന്താക്കുക ഈ കോമൺ ഡിഫറൻസ് ആയ 12 കൂട്ടുക അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും 43 എന്ന് കിട്ടും. ഓക്കെ, അങ്ങനെ ഈ ശ്രേണി ഈ സീക്വൻസ് ചെയ്തില്ലേ. ഇനി നമുക്ക് ഇതെല്ലാം കൂടി ശരിയാണോ നോക്കണ്ടേ. അപ്പോൾ ശരിയാണോ നോക്കണേ നമ്മൾ എന്താ ചെയ്യേണ്ടത് ആ 4 ടേമും കൂടി കൂട്ടിയിട്ട് എന്താണ് നമുക്ക് കിട്ടേണ്ടത് നമുക്ക് 100 കിട്ടണം അല്ലേ. ഓക്കെ, അപ്പോൾ നമുക്ക് എല്ലാം കൂടി കൂട്ടിയാൽ 100 കിട്ടുന്നുണ്ടോ. 7 + 19 + 31 + 43 ചെയ്ത് നോക്കിയാൽ 100 അല്ലേ കിട്ടുന്നത് ആണല്ലേ. അപ്പോൾ നമുക്ക് എന്താക്കി ഈ സീക്വൻസും കിട്ടിയില്ലേ. ആദ്യത്തെ എന്തായിരുന്നു ഒരു സീക്വൻസ് 10 20 30 40 എക്സെട്ര. അടുത്തത് എന്താണ് 1 17 33 49 65 എക്സെട്ര. അടുത്തത് 4 18 32 46 എക്സെട്ര. അടുത്തത് 7 19 31 43 എക്സെട്ര അല്ലേ. ഓക്കെ, മനസ്സിലായല്ലോ. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ എന്താ സെക്കൻഡ് ക്വസ്റ്റ്യൻ. ദ ഫസ്റ്റ് ടേം ഓഫ് ആൻ അരിത്മെറ്റിക് സീക്വൻസ് ഈസ് 5 ആൻഡ് ദ സം ഓഫ് ദ ഫസ്റ്റ് 6 ടേംസ് ഈസ് 105. കാൽക്കുലേറ്റ് ദ ഫസ്റ്റ് 6 ടേംസ് ഓഫ് ദ സീക്വൻസ്. അപ്പോൾ അരിത്മെറ്റിക് സീക്വൻസിന്റെ ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് എത്രയാണ് 5 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, 5. അപ്പോൾ ഫസ്റ്റ് ടേം 5 ആണെന്ന് പറഞ്ഞു. ഓക്കെ, പിന്നെ എന്താ പറഞ്ഞിരിക്കുന്നത് സം ഓഫ് ദ ഫസ്റ്റ് 6 ടേംസ് ഈസ് 105. ഫസ്റ്റ് ടേം തന്നിട്ടുണ്ട്, സെക്കൻഡ് ടേം നമുക്ക് അറിയില്ല, തേർഡ് ടേം നമുക്ക് അറിയില്ല അല്ലേ. അപ്പം എന്താണ് അവിടെ ഡാഷ് ഇടുക. ഓക്കെ, സെക്കൻഡ് ടേം അറിയില്ല, തേർഡ് ടേം അറിയില്ല, ഫോർത്ത് ടേം അറിയില്ല, ഫിഫ്ത്ത് ടേം അറിയില്ല, സിക്സ്ത് ടേം അറിയില്ല അല്ലേ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ടേം മാത്രമേ അറിയുള്ളൂ, സെക്കൻഡ് ടേം അറിയില്ല, തേർഡ് ടേം അറിയില്ല, ഫോർത്ത് ടേം അറിയില്ല, ഫിഫ്ത്ത് ടേം അറിയില്ല, സിക്സ്ത് ടേം അറിയില്ല. പക്ഷേ നമുക്കൊരു കാര്യം അറിയാം, എന്ത് ഇതെല്ലാം കൂടി കൂട്ടിയാൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് 105 ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. ഇതെല്ലാം കൂടി കൂട്ടിയാൽ എത്രയാണ് 105 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക മക്കളെ, ഇതെല്ലാം കൂടി കൂട്ടിയിട്ട് എത്രയാണ് പറഞ്ഞിരിക്കുന്നത് സം ഓഫ് 6 ടേംസ് ഇസ് ഈക്വൽ ടു 105 അല്ലേ. അങ്ങനെയാകുമ്പോൾ നമുക്കറിയാം എന്ത് അടുത്തടുത്ത് ഈ പദങ്ങൾ ഇങ്ങനെ കൂട്ടിയാൽ എന്താണ് സെയിം ആണെന്ന് പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇത് എത്ര ഉണ്ട് നോക്കുക 1 അല്ലേ. ഇത് ജോഡി പെയറാക്കി എടുക്കുക, ഇത് രണ്ടും 1 അല്ലേ. ഈ നമ്പർ തന്നെ ആയിരിക്കില്ലേ ഇതും ഇതും കൂട്ടിയത്, അതുപോലെ ഇതും കൂട്ടിയത് ഈ നമ്പർ ആയിരിക്കില്ലേ. അപ്പോൾ എത്ര നമ്പർ ഉണ്ട് 3 നമ്പർ അല്ലേ. അപ്പോൾ എന്താ 105നോട് നമ്മൾക്ക് എന്തൊക്കെ ഡിവൈഡഡ് ബൈ 3 ചെയ്യാം. ഓക്കെ, ഇസ് ഈക്വൽ ടു 105 ഡിവൈഡഡ് ബൈ 3 എത്രയാണ് 30. 10ൽ 3 3 3യും 5 അല്ലേ, 35 അല്ലേ വരുന്നത്. ഓക്കെ, 35 വരും അല്ലേ. അപ്പം
3 5 50 1 ബാലൻസ് 3 3 7 9 അല്ലേ. അപ്പോൾ 35 വരും. അപ്പോൾ ഇത് രണ്ടും കൂടി കൂട്ടിയാൽ 35 കിട്ടും, ഇത് രണ്ടും കൂടി കൂട്ടിയാൽ 35 കിട്ടും, ഫസ്റ്റത്തെ 6th ടേം കൂടി കൂട്ടിയാൽ 35 കിട്ടും അല്ലേ. അപ്പോൾ 3 35 കൂടി കൂട്ടിയാൽ 105 അല്ല കിട്ടുന്നത്. ഫസ്റ്റ് സം ഓഫ് 6 ടേംസ് എത്രയാണ് 105 എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമുക്ക് എന്താക്കണം, ഇത് രണ്ടും കൂടി കിട്ടിയാൽ 35 കിട്ടണം അല്ലേ. അപ്പോൾ നമുക്ക് എന്താണ്, ഇതും 6th ടേം കൂടി കൂട്ടിയാൽ 35 ആണ്. അങ്ങനെയാണെങ്കിൽ 6th ടേം കിട്ടാൻ എന്താ നമ്മൾ ചെയ്യുക, ഈ 35 ഈ 5 കുറച്ചാൽ പോരെ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, 30 കിട്ടും അല്ലേ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താക്കി 6th ടേം എന്താണ് 30 എന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ നമുക്ക് 6th ടേം 30 കിട്ടി. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്, ഈ ഫസ്റ്റ് ടേമും 6th ടേമും ഇനി നമുക്കറിയാം അല്ലേ. ഇനി ബാക്കിയുള്ള എന്താണ് 6 ടേം, ബാക്കിയുള്ള ടേമുകൾ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. ഇനി എന്താ നമുക്ക് ചെയ്യേണ്ടത്, ഇന്ന് കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കണം അല്ലേ. അപ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടത്, കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ ഫസ്റ്റ് ടേമിനോട് എത്ര കോമൺ ഡിഫറൻസ് കൂട്ടിയാലാണ് ഈ 6th ടേമിലെത്തുക. 6 1 കുറച്ചാൽ എത്രയാണ് 5 അല്ലേ, 5D അല്ലേ, 5 കോമൺ ഡിഫറൻസ് അല്ലേ. അപ്പോൾ നമുക്ക് എന്താക്കുക, എന്താണ് ഫസ്റ്റ് ടേം എത്രയാണ് 5 അല്ലേ, 5 പ്ലസ് പിന്നെ എത്ര കോമൺ ഡിഫറൻസ് ആണ് കൂട്ടുക, 6 - 1 5 അല്ലേ. 5 കോമൺ ഡിഫറൻസ് കൂട്ടിയാലാണ് 6th ടേമായ 13ലേക്ക് എത്തുന്നത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടി അല്ലേ. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഇതിന്ന് നമുക്ക് D കണ്ടുപിടിക്കുകയാണ് വേണ്ടത് അല്ലേ. അപ്പോൾ ഇതിന്ന് എങ്ങനെ നമുക്ക് D കണ്ടുപിടിക്കുക, 5D = എന്താണ് 30 - 5 അല്ലേ, 30 - 5 ഓക്കെ. 30 - 5 = എത്രയാണ് 25 അല്ലേ. ദെൻ D = എന്താണ്, D = 25/5 അല്ലേ. 25/5 എന്ന് പറഞ്ഞാൽ എത്രയാണ്, 25/5 എന്ന് പറഞ്ഞാൽ 5 ആണ് അല്ലേ. ഓക്കെ, അപ്പോൾ കോമൺ ഡിഫറൻസ് നമുക്ക് എന്ത് കിട്ടി, 5 എന്ന് കിട്ടി അല്ലേ. ഓക്കെ, ദെൻ ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്, കോമൺ ഡിഫറൻസ് 5 എന്ന് കിട്ടി. അപ്പോൾ ഫസ്റ്റ് ടൈം നമുക്കറിയാം അല്ലേ. അപ്പോൾ ഫസ്റ്റ് ടൈമിനോട് ഈ കോമൺ ഡിഫറൻസ് കൂട്ടി പോയാൽ പോരെ. അപ്പോൾ 5 + 5 എത്രയാണ് 10 അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, ഇത് 10 എന്ന് കിട്ടി. ഓക്കെ, സെക്കൻഡ് ടേം 10 എന്ന് കിട്ടി അല്ലേ. ഇനി നമുക്ക് എന്താണ് 10നോട് 5 കൂട്ടിയാൽ എത്ര 15 കിട്ടി. 15നോട് 5 കൂട്ടിയാൽ എത്ര 20 എന്ന് കിട്ടി. 20നോട് 5 കൂട്ടിയാൽ എത്ര 25 എന്ന് കിട്ടി. 25നോട് 5 കൂട്ടിയാൽ എത്ര 30 എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് നമ്മളെ സീക്വൻസ് കിട്ടിയോ, കിട്ടി അല്ലേ. അപ്പോൾ കാൽക്കുലേറ്റ് ദ ഫസ്റ്റ് 6 ടേംസ് ഓഫ് ദ സീക്വൻസ് ആയിട്ട്. അപ്പോൾ അത് നമുക്ക് കിട്ടി. ഇതാണ് നമ്മളെ സീക്വൻസ് കേട്ടോ. ഓക്കെ, മനസ്സിലായി. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ടേമും അതുപോലെ കോമൺ ഡിഫറൻസും കിട്ടിയാൽ എന്താണ്, നമുക്ക് ആ സീക്വൻസ് അങ്ങോട്ട് എഴുതുക അല്ലേ. അപ്പോൾ കോമൺ ഡിഫറൻസ് ഇങ്ങനെ തരികയാണെങ്കിൽ എന്താണ് കണ്ടുപിടിക്കണം അല്ലേ. എങ്ങനെയാണ് തരുന്നത് അതിനനുസരിച്ച് നമ്മൾ എന്താക്കാം, കോമൺ ഡിഫറൻസ് കണ്ടുപിടിച്ചതിന് ശേഷം നമുക്ക് എന്താക്കാൻ പറ്റുള്ളൂ, നമുക്ക് ആ സീക്വൻസ് എഴുതാൻ പറ്റുള്ളൂ. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, എന്താണ് 3rd ക്വസ്റ്റ്യൻ ആണ് അല്ലേ. ദ സം ഓഫ് 7th and 8th terms of an arithmetic sequence is 15. 7th ടേമും 8th ടേമും കൂടി എന്താണ്, അതിൻ്റെ സം എന്ന് പറയുന്നത് എന്താണ് 50 ആണ് അല്ലേ. അങ്ങനെയാണ് ഈ കാൽക്കുലേറ്റ് ദ സം ഓഫ് ദ ഫസ്റ്റ് 14 ടേംസ്. അപ്പം പറഞ്ഞിരിക്കുന്നത് എന്താണ്, ആദ്യത്തെ 14 ടേംസുകൾ എത്രയാണെന്ന് വെച്ചാൽ സം എത്രയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എങ്ങനെ കാണാം, 7th and 8th അല്ലേ പറഞ്ഞിരിക്കുന്നത്, അരിത്മെറ്റിക് സീക്വൻസ് 50 എന്ന് പറഞ്ഞിരിക്കുന്നുണ്ട് അല്ലേ. നോക്കൂ, സം ഓഫ് 7th and 8th ടേംസ് ഓഫ് അരിത്മെറ്റിക് സീക്വൻസ് എത്ര 50 അല്ലേ. അപ്പോൾ ഇത് രണ്ടും കൂടി കൂട്ടിയാൽ എത്രയാണ്, ഇത് 50 ആണ് അല്ലേ, 50 ആണ് അല്ലേ വരുന്നത്, 50 ആണ് വരുന്നത്. അപ്പോൾ 7th ടേമും 8th ടേമും കൂടി കൂട്ടിയാൽ 50 ആണെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ 6th ടേമും 9th ടേമും കൂടി കൂട്ടിയാൽ 50 ആയിരിക്കൂലേ. അതുപോലെ 5th ടേമും 10th ടേമും കൂടി കൂട്ടിയാൽ 50 ആയിരിക്കൂലേ. അപ്പോൾ നമുക്ക് എത്ര 50 കിട്ടും നോക്കിയാൽ ഇന്ന് നോക്കൂ, 7th ടേമും 8th ടേമും 1 അല്ലേ. പിന്നെന്താണ് പറയുന്നത്, പിന്നെ 7th 8th ഇനി 6th എത്രയാണ് 9th അല്ലേ, അത് രണ്ടും കൂടി കൂട്ടി 50 ആണ് അല്ലേ. പിന്നെ എന്താണ് 5th 10th അതും കൂടി കൂട്ടി 50 ആണ് അല്ലേ. പിന്നെ 4th പിന്നെ ഏതാ 11th കൂട്ടിയാൽ എന്താണ് 50 ആണ്. പിന്നെന്താണ് 3rd 12th കൂടി കൂട്ടിയാൽ എത്രയാണ് 50 ആണ് അല്ലേ. 3rd 12th കൂടി കൂട്ടിയാൽ എത്രയാണ് 50 ആണ് അല്ലേ. പിന്നെ 2nd 13th കൂടി കൂട്ടിയാൽ എത്രയാണ് 50 ആണ്. 2nd 13th കൂടി കൂട്ടി എത്രയാണ് 50 ആണ് അല്ലേ. പിന്നെ 1st 14th കൂടി കൂട്ടി എത്രയാണ് 50 ആണ് അല്ലേ. അപ്പോൾ എത്ര 50 ആയി, ഇവിടെ 1 7 8 ഒരു 50 ആയി. പിന്നെ 6 9 ഒരു 50 അല്ലേ. അപ്പോൾ നമ്മൾ എണ്ണിയൊക്കെ 1 2 3 4 പിന്നെ 5 6 7 7 ഒന്ന് നോക്കിയേ, 1 2 3 4 5 6 7 അല്ലേ. 7 50 ആണ് എന്താക്കുന്നത്,
വരുന്നത് അല്ലേ. അപ്പോൾ എന്താണ് 750 വരുന്നുണ്ടെങ്കിൽ എന്താണ് 7 × 50 ചെയ്യുക അല്ലേ. അപ്പോൾ 7 × 50 എത്രയാണ് 350 അല്ലേ. അപ്പോൾ നമുക്ക് എന്താണ് ആദ്യത്തെ ഫസ്റ്റ് 14 ടേംസ് എത്ര ആയിരിക്കും ഇവിടെ 350 ആയിരിക്കും കേട്ടോ നമ്മളെ ആൻസർ. ഓക്കെ, അപ്പോൾ 7 × 50 = എന്താണ് 7 × 50 = 350 അല്ലേ. ഇതാണ് നമ്മളെ ആൻസർ വരിക കേട്ടോ. ഓക്കെ, ഇതിൻ്റെ ആൻസർ വരിക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. റൈറ്റ് ദ ഫസ്റ്റ് 3 terms ഓഫ് ഈച്ച് ഓഫ് ദ അരിത്മെറ്റിക് സീക്വൻസ് ഗിവൺ ബിലോ. നോക്കിയേ എന്താണ് ദ ഫസ്റ്റ് ടേം ഈസ് 30, ദ സം ഓഫ് ദ ഫസ്റ്റ് 3 terms ഈസ് 300. അപ്പോൾ നോക്കിയേ ഇത് ഒന്നാമത്താണ് ഞാൻ പറയുന്നത് കേട്ടോ. ഒന്നാമത്തതാണ് ഞാൻ പറയുന്നത്. നോക്കുക എന്താണ് പറയുന്നത്. ഓക്കെ, ഫസ്റ്റ് ടേം എന്താണ് 30 ആണ്. ഓക്കെ, ഫസ്റ്റ് ടേം തന്നിരിക്കുന്ന നോക്കാം, ആദ്യം എഴുതുക. ഫസ്റ്റ് ടേം എന്താണ് = 30. ഇനി പറഞ്ഞിരിക്കുന്നത് എന്താണ് ഫസ്റ്റ് ടേം 30 അറിഞ്ഞ് സം ഓഫ് ദ ഫസ്റ്റ് 3 terms ഈസ് 300. അപ്പോൾ നോക്കിയേ ഫസ്റ്റ് സം ഓഫ് ദ ഞാൻ ഇങ്ങനെ എഴുതാം. ഫസ്റ്റ് ടേം, സെക്കൻഡ് ടേം, തേർഡ് കേട്ടോ. ഫസ്റ്റ് ടേം, സെക്കൻഡ് ടേം, തേർഡ് ടേം. ഈ 3 ടേമും എന്താണ് കൂട്ടിയാൽ എന്താണ് 300 കിട്ടും എന്ന് പറഞ്ഞ്. ഓക്കെ, ഇനി നമുക്ക് എന്താണ് ഒന്നെങ്കിൽ നമുക്ക് എന്താക്കാം പല മെത്തേഡിൽ ഇത് ചെയ്യാം അല്ലേ. നമുക്ക് ഈ പഠിച്ച മെത്തേഡ് എന്ന് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് ടേമും തേർഡ് ടേമും ഫസ്റ്റ് ടേം എത്രയാണ് 30 ആണ് അല്ലേ. അപ്പോൾ ഈ ഫസ്റ്റ് ടേമിൻ്റെ അവിടെ നമ്മൾ 30 കൊടുക്കുകയാണ് 30. ഓക്കെ, ഇനി എന്താണ് സെക്കൻഡ് ടേം നമുക്ക് അറിയില്ല. സെക്കൻഡ് ടേം എന്താണ് നമുക്ക് അറിയുന്നില്ല. അതുപോലെ എന്താണ് തേർഡ് ടേമോ നമുക്ക് അറിയില്ല. പക്ഷേ ഈ 3 ടേമും കൂടി കൂട്ടിയത് എന്താണ് 300 നമുക്കറിയാം അല്ലേ. 300 ആണെന്നറിയാം അല്ലേ. അപ്പോൾ നമ്മളൊരു സംഭവം പഠിച്ചിട്ടുണ്ട്. എന്താണ് നമ്മൾ 3 ടേമും കൂടി കൂട്ടി ഈ നടുക്കത്തെ മിഡിൽ ടേം കാണണമെന്നുണ്ടെങ്കിൽ ആ 3 ടേമും കൂടി കൂട്ടിയതിനോട് എന്താണ് ആ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക. തന്നിരിക്കുന്ന സമ്മ് എത്രണ്ണത്തിൻ്റെ ആണോ ആ സമ്മിനോട് എന്താണ് എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മിഡിൽ ടേം നമുക്ക് കണ്ടുപിടിക്കാന്നുള്ളത് അത് നമ്മൾ പഠിച്ചതാണ് അല്ലേ. എന്താണ് പറഞ്ഞത് ഇപ്പൊ തന്നിരിക്കുന്നത് സമ്മ് എത്രണ്ണാണോ അത്രയും ആ സമ്മിനെ കൊണ്ട് അത്രയും എണ്ണം ഡിവൈഡ് ചെയ്ത് അതിന്റെ നടുക്കത്തെ ടേം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇവിടെ 3 ടേമാണ് തന്നിരിക്കുന്നത്. അപ്പൊ 3 ടേമിന്റെ നടുക്കത്തെ ടേം പറയുമ്പോൾ സെക്കൻഡ് ടേം ആണ് അല്ലേ. അപ്പൊ സെക്കൻഡ് ടേം കണ്ടുപിടിക്കാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത് തന്നിരിക്കുന്ന ആ സമ്മിനോട് ആ എണ്ണം എത്രണ്ണായത് 3 എണ്ണം അല്ലെ 3 ഡിവൈഡ് ചെയ്യുക അല്ലെ. അപ്പൊ 300 ആണല്ലോ തന്നിരിക്കുന്ന ഫസ്റ്റ് 3 ടേംസിന്റെ സം എന്ന് പറഞ്ഞാൽ എത്രയാണ് 300 ആണല്ലേ. അപ്പൊ 300/3 ചെയ്യുക അല്ലെ. അപ്പൊ 300/3 എന്ന് പറഞ്ഞാൽ എത്രയാണ് 100. അതാണ് ഈ സെക്കൻഡ് ടേം അല്ലെ. അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് കിട്ടിയല്ലോ സെക്കൻഡ് ടേം എത്രയാണ് 100 കിട്ടിയല്ലോ. ഓക്കെ, അപ്പൊ നമുക്ക് സെക്കൻഡ് ടേം നമുക്ക് ഇവിടെ എന്താക്കി 100 കിട്ടി. സെക്കൻഡ് ടേം 100. അപ്പൊ സെക്കൻഡ് ടേം നമുക്ക് 100 കിട്ടി. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത് നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് തേർഡ് ടേം കണ്ടുപിടിക്കണം അല്ലെ. അപ്പൊ തേർഡ് ടേം കണ്ടുപിടിക്കാൻ സുഖമല്ല. ഇതിന്റെ കോമൺ ഡിഫറൻസ് കണ്ടുപിടിച്ചാൽ പോരെ. അപ്പൊ കോമൺ ഡിഫറൻസ് എത്രയാണ് ഇതിന്ന് സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം അല്ലെ. 100 - 30 70 ആണ് കോമൺ ഡിഫറൻസ് അല്ലെ. അപ്പൊ 70 കൂട്ടി കൂട്ടി പോവാണ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ 30 + 70 100. 100 + 70 എത്രയാണ് 170 അല്ലെ. അപ്പൊ ഇവിടെ എത്രയാണ് 170 ആണ് നമുക്ക് എന്താക്കുക തേർഡ് ടേം കിട്ടുക അല്ലെ. ഇനി ഈ സമ്മുകളൊക്കെ ഒന്ന് കൂട്ടി നോക്കിയേ 300 ഈ നമ്പേഴ്സ് ഒക്കെ ഒന്ന് കൂട്ടി നോക്കിയേ 300 ആണ് നമുക്ക് കിട്ടുന്നത്. നമുക്ക് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ് 300 എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അവിടെ നമുക്ക് തന്നിരിക്കുന്നത് എന്താണ് സം ഓഫ് ഫസ്റ്റ് 3 ടേംസ് 300 എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പൊ ഈ 3 ടേംസ് കൂട്ടിയ 300 ആണ് കിട്ടുന്നത്. നോക്കിയേ 30 + 100 130 130 + 170 എത്ര 300. അപ്പൊ ശരിയായല്ലോ. ഓക്കെ, ദെൻ ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കിയേ രണ്ടാമത്തതാണ് അല്ലേ. അപ്പൊ രണ്ടാമത്തെ എന്താണ് ഫസ്റ്റ് ടേം എത്രയാണ് പറഞ്ഞിരിക്കുന്നത് രണ്ടാമത്തതാണ് കേട്ടോ. ഓക്കെ, രണ്ടാമത്തത് ഫസ്റ്റ് ടേം 30. ഓക്കെ, അപ്പൊ നമുക്ക് ഫസ്റ്റ് ടേം എന്താണ് 30 രീതി. ഫസ്റ്റ് ടേം = 30. ഇനി നമുക്ക് എന്താണ് ഫസ്റ്റ് ടേം 30 എന്ന് സം ഓഫ് ദ ഫസ്റ്റ് 4 ടേംസ് 300 എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പൊ ഫസ്റ്റ് ടേം സെക്കൻഡ് ടേം തേർഡ് ടേം ഫോർത്ത് ടേം. ഓക്കെ, ഈ ഫോർത്ത് ടേം എന്തിന്റെയും സം എന്താണ് നമുക്കറിയാം എന്ത് 300 ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. ആദ്യം നേരത്തെ എന്താണ് ഫസ്റ്റ് 3 ടേംസ് ആണ് 300 എന്ന് പറഞ്ഞത്. അപ്പൊ നമ്മൾ എന്താ ചെയ്തത് മിഡിൽ ടേം കണ്ടുപിടിച്ചിട്ടാണ് നമ്മൾ കോമൺ ഡിഫറൻസ് കണ്ടുപിടിച്ചിട്ട് നമ്മൾ എന്താക്കിയത് അതിന്റെ സീക്വൻസ് ചെയ്തത്. ഇനി ഇവിടെ എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ് ഫസ്റ്റ് ടേം 30 അല്ലെ. 4 ടേം ആണ് പറഞ്ഞില്ലേ അല്ലെ. ഫസ്റ്റ് സം ഓഫ് ഫസ്റ്റ് 4 ടേംസ് ആണ് എന്ത് 300 എന്ന് പറഞ്ഞിരിക്കുന്നത് അല്ലെ. അപ്പൊ നമുക്ക് എന്താണ് ഫസ്റ്റ് ടേം എന്താണ് 30 എന്ന് പറഞ്ഞില്ലേ. ഇനി നമുക്ക് എന്താ സെക്കൻഡ് ടേം നമുക്ക് അറിയൂല അല്ലെ.
തേർഡ് ടേമും അറിയില്ല ഫോർത്ത് ടേമും അറിയില്ല. പക്ഷെ ഒറ്റ കാര്യം അറിയില്ല, എന്ത് സം ഓഫ് ഫസ്റ്റ് 4 ടേംസ് ഇസ് 300 ആണല്ലേ. അപ്പൊ നമുക്കൊരു കാര്യമുണ്ട്, എന്താണ് നമ്മളിപ്പോൾ പഠിച്ച സംഭവം എന്തായിരുന്നു, ഈ സമ്മുകൾ കൂട്ടിയാൽ അല്ലേ, അതായത് സെക്കൻഡ് ടേമും തേർഡ് ടേമും കൂടി കൂട്ടിയതും ഫസ്റ്റ് ടേമും ഫോർത്ത് ടേമും കൂടി കൂട്ടിയതും എന്താണ് ഈക്വൽ ആയിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ. അപ്പൊ ഇത് 4 കൂടി കൂട്ടിയത് 300 ആണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അങ്ങനെയാണ് ഇത് ഈക്വൽ ആണെങ്കിൽ ഇത് ഫസ്റ്റ് ടേമും ഫോർത്ത് ടേമും കൂടി കൂട്ടിയത് എത്രയാണ്, 150 ആയിരിക്കും. സെക്കൻഡ് ടേമും തേർഡ് ടേമും കൂടി കൂട്ടിയത് 150 അല്ലേ. അപ്പൊ 150 + 150 300 അല്ലേ. ഓക്കെ, അപ്പൊ എന്താണ് നമുക്ക് ഫസ്റ്റ് ടേം നമുക്കറിയാം, ഫോർത്ത് ടേം നമുക്ക് കണ്ടുപിടിച്ചൂടെ, 150 ആണ്. ഫസ്റ്റ് ടേമും ഫോർത്ത് ടേമും കൂടി കൂട്ടിയത് 150 ആണ് അല്ലേ. അങ്ങനെ ആകുമ്പോൾ 150 - 30 എത്രയാണ്, 120 എന്ന് കിട്ടും അല്ലേ. അപ്പൊ നമുക്ക് എന്താണ് ഫോർത്ത് ടേം നമുക്ക് എന്ത് കിട്ടി, 120 എന്ന് കിട്ടും അല്ലേ. ഓക്കെ, അപ്പൊ നമുക്ക് ഫോർത്ത് ടേം നമുക്ക് 120 എന്ന് കിട്ടും, 120. ഓക്കെ, അപ്പൊ ഫോർത്ത് ടേം 120 കിട്ടിയല്ലോ. ഇനി നമുക്ക് എന്താണ് ഇതിന്ന് കോമൺ ഡിഫറൻസ് കണ്ടുപിടിച്ചൂടെ. അപ്പൊ കോമൺ ഡിഫറൻസ് കണ്ടുപിടിച്ചാൽ നമുക്ക് എന്താക്കാം, സെക്കൻഡ് ടേമും തേർഡ് ടേമും നമുക്ക് കിട്ടും അല്ലേ. ഓക്കെ, അപ്പൊ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കണമെങ്കിൽ എന്താണ്, ഫസ്റ്റ് ടേമിനോട് ഫസ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ എത്രയാണ്, 30 അല്ലേ. 30നോട് എത്ര കോമൺ ഡിഫറൻസ് കൂട്ടിയാലാണ് ഫോർത്ത് ടേമിലേക്ക് 120 എത്തുക, എന്താ ഫോർന്ന് 1 കുറയ്ക്കുക അല്ലേ, 3 അല്ലേ. 3 കോമൺ ഡിഫറൻസ് കൂട്ടിയാലാണ് എന്താക്കുന്നത്, നമുക്ക് ഫോർത്ത് ടൈം ആയ 120 എത്തുന്നത് അല്ലേ. അപ്പൊ നമുക്ക് എന്താക്കാം, ഇങ്ങനെ 30 + 3d = 120 വരിക, എന്താണ് 3d അല്ലേ. ഇനി എന്താണ് ഈക്വലിന് അപ്പുറത്തേക്ക് നമ്മൾ കൊണ്ടുപോകുക അല്ലേ. അപ്പൊ 120 - എന്താണ് 30. ഓക്കെ, =120 - 30 എത്രയാണ്, 90 അല്ലേ. ഓക്കെ, 90 എന്ന് കിട്ടി. അപ്പൊ d = നമുക്ക് എങ്ങനെ എഴുതാം, d = 19/3 അല്ലേ. അപ്പോൾ ഈ = നമുക്ക് എന്ത് കിട്ടും, 90 / 3 എന്ന് പറഞ്ഞാൽ എത്രയാണ്, 30 ആണ് അല്ലേ. അപ്പോൾ കോമൺ ഡിഫറൻസ് നമുക്ക് എന്ത് കിട്ടി, 30 എന്ന് കിട്ടിയോ. ഇനി നമുക്ക് എന്താക്കണം, ഫസ്റ്റ് ടൈം നമുക്കറിയാലോ, ഈ കോമൺ ഡിഫറൻസ് കൂട്ടി പോയാൽ പോരെ. അപ്പോൾ നമുക്ക് എന്താ ഇതാ, 30 + 30 എത്രയാണ്, 60 അല്ലേ. 60 + 30 എത്രയാണ്, 90 അല്ലേ. 90. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ടേമും കിട്ടി, സെക്കൻഡ് ടേമും കിട്ടി, തേർഡ് ടേമും കിട്ടി, ഫോർത്ത് ടേമും കിട്ടി അല്ലേ. 90 + 30 എത്രയാണ്, 120 അല്ലേ. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടിയല്ലോ. അപ്പോൾ നമ്മളെ സീക്വൻസ് ഇതാണ് 30, 60, 90, 120 അല്ലേ. ഓക്കെ, അപ്പോൾ നമുക്ക് രണ്ടാമത്തതും കിട്ടി. ഇനി നെക്സ്റ്റ് എന്താണ് നമുക്ക് എഴുതേണ്ടത്, ഫസ്റ്റ് ടേം 30 ആണ്. സം ഓഫ് ദ ഫസ്റ്റ് 5 ടേംസ് ഈസ് 300. അപ്പോൾ ഇത് എന്താണ്, ഈ ഓഡ് നമ്പർ ആണ്. 3 ടേം ആണെങ്കിൽ 3 എന്ന് പറഞ്ഞാൽ ഓഡല്ലേ, ഓഡ് നമ്പർ ആകുമ്പോൾ നമ്മൾ എന്താണ് മിഡിൽ ടേം കണ്ടുപിടിച്ചിട്ട് എന്താക്കുക, നമ്മൾ എന്താക്കുക, ഈ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കുക അല്ലേ. മിഡിൽ ടേം കണ്ടുപിടിക്കുക എങ്ങനെയാണ്, ആ തന്നിരിക്കുന്ന സമ്മിനെ കൊണ്ട്, തന്നിരിക്കുന്ന ടോട്ടലിനെ കൊണ്ട് ആ എണ്ണം ഡിവൈഡ് ചെയ്താൽ എന്താണ് നമുക്ക് മിഡിൽ ടേം കിട്ടും അല്ലേ. ഇനി ഈവൻ നമ്പർ ആണ്, 1 2 3 4 എന്ന് പറഞ്ഞാൽ ഈവൻ നമ്പർ അല്ലത്. ഈവൻ നമ്പർ ആണെങ്കിൽ എന്താണ്, എത്ര ഇത് ഈ നമ്പർ ഉണ്ടോ എന്ന് നോക്കുക, എത്ര പേരുണ്ടോ എന്ന് നോക്കുക അല്ലേ. ആ പേരിനോട് ആ സമ്മ് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, നമുക്ക് എന്താണ് ഏത് ടേമാണ് തന്നതിൻ്റെ അതിൻ്റെ ഓപ്പോസിറ്റുള്ള മറ്റേ ടേം കിട്ടും അല്ലേ. അതായത് ഫസ്റ്റ് ടേം ആണ് തന്നിട്ടുണ്ടെങ്കിൽ ഫസ്റ്റും ഫോർത്തും ആണല്ലോ ഇവിടെ പറഞ്ഞിരിക്കുന്നത് അല്ലേ, അതിൻ്റെ രണ്ടും കൂടി സമ്മായിരിക്കും ആ കിട്ടുക അല്ലേ. ഓക്കെ, അപ്പം നമുക്ക് എന്താ ഇവിടെ നോക്കിയേ, ഇത് ഇവിടെ 300 അല്ലേ. അപ്പൊ 300 എന്താണ് 2 നമ്പർ കൂടി കൂട്ടിയാലാണ് 300 കിട്ടുക അല്ലേ. അപ്പൊ 300ന്റെ പകുതി അല്ലേ. അപ്പൊ 300/2 150, അങ്ങനെയാണ് 150 കിട്ടുന്നത് കേട്ടോ. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്, തേർഡ് ക്വസ്റ്റ്യൻ ആണ് അല്ലേ. ഫസ്റ്റ് ടേം ഈസ് 30 ആണ്. സം ഓഫ് ദ ഫസ്റ്റ് 5 ടേം ഈസ് 300. അപ്പൊ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം, അപ്പൊ നോക്കൂ, ഫസ്റ്റ് ടേം എത്രയാണ്, 13 തന്നു. സം ഓഫ് ദ ഫസ്റ്റ് 5 ടേംസ് എന്ന് പറഞ്ഞാൽ 300 ആണ് അല്ലേ. അപ്പൊ ഫസ്റ്റ് 5 ടേംസ് എന്ന് പറഞ്ഞാൽ 300 ആണ് തന്നിരിക്കുന്നത് അല്ലേ. അപ്പൊ നമുക്കറിയാം എന്താ അതിന്റെ മിഡിൽ ടേം കാണണമെന്നുണ്ടെങ്കിൽ എന്താണ് നമുക്കറിയാം എന്താണ്, ആ സമ്മിനെ ഈ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി അല്ലേ. ഇവിടെ മിഡിൽ ടേം എന്താണ്, 5 ടേം ആണ് തന്നിരിക്കുന്നത്. 5 ടേമിന്റെ മിഡിൽ ടേം എന്താണ്, തേർഡ് ടേം ആണ് അല്ലേ. അപ്പൊ തേർഡ് ടേം ഈസ് ഈക്വൽ ടു എന്താണ്, നമുക്ക് ഇതാ 300/, തേർഡ് ടേം ഈസ് ഈക്വൽ ടു എന്താണ് 300/5 അല്ലേ. 300/5 എത്രയാണ്, 5 ഈസ് ഈക്വൽ ടു എത്രയാണ്, 60 അല്ലേ. 6 5s are 30 അല്ലേ. അപ്പം 60 അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, തേർഡ് ടേം നമുക്ക് 16 കിട്ടി അല്ലേ. ഫസ്റ്റ് ടേം എന്താണ് നമുക്ക് അറിയാം, 30 നമുക്കറിയാം അല്ലേ. 30 ഫസ്റ്റ് ടേം നമുക്കറിയാം. പിന്നെന്താണ് സെക്കൻഡ് ടേം നമുക്കറിയില്ല. തേർഡ് ടേം എന്താണ് 60 ആണ് നമുക്കറിയാം അല്ലേ. സെക്കൻഡ് ടേം അറിയില്ല, തേർഡ് ടേം നമുക്ക് 60 ആണെന്നറിയാം അല്ലേ. ഇനി നമുക്ക് എന്താണ് ഫോർത്ത് ടേം അറിയണം, ഫിഫ്ത്ത് ടേം അറിയണം,
അറിയണം അല്ലേ. അപ്പോൾ ഈ എല്ലാം കൂടി കൂട്ടിയാൽ എന്താണെന്ന് നമുക്കറിയാം എന്ത് ഫസ്റ്റ് 5 ടേംസും കൂടി കൂട്ടിയാൽ 300 ആണ് നമുക്കറിയാം അല്ലേ. അപ്പോൾ നമുക്ക് എന്താ സെക്കൻഡ് ടേം കണ്ടുപിടിക്കാൻ നമുക്ക് എന്താ ചെയ്യേണ്ടത്, നമ്മൾ പഠിച്ചതാണ് എന്ത് ഈ മിഡിൽ ടേം കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ എന്താണ് ഈ 2 നമ്പറെ തന്നിട്ടുള്ളൂ എങ്കിൽ ഇത് രണ്ടും കൂടി കൂട്ടിയിട്ട് എന്താണ് ബൈ 2 ചെയ്താൽ മതി അല്ലേ. അപ്പോൾ 60 + 30 എത്രയാണ് 90, 90 ബൈ 2 എന്താണ് 45 അല്ലേ. അപ്പോൾ സെക്കൻഡ് ടേം നമുക്ക് 45 കിട്ടിയല്ലോ, സെക്കൻഡ് ടേം നമുക്ക് 45 കിട്ടി അല്ലേ. ഇനി നമുക്ക് നോക്കിയേ, ഇനി നമുക്ക് ഇന്ന് കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കണം അല്ലേ. കോമൺ ഡിഫറൻസ് എന്താണ്, കോമൺ ഡിഫറൻസ് ഇസ് ഈക്വൽ ടു എന്താണ്, കോമൺ ഡിഫറൻസ് ഇസ് ഈക്വൽ ടു നമുക്കറിയാം സെക്കൻഡ് ടേം എത്രയാണ് 45 അല്ലേ. 45 മൈനസ് ഫസ്റ്റ് ടേം എന്താണ് 30 അല്ലേ. അപ്പോൾ 45 മൈനസ് 30 എത്രയാണ് ഇസ് ഈക്വൽ ടു 15 ആണ് കോമൺ ഡിഫറൻസ് അല്ലേ. ഇനി നമുക്ക് എന്താ കോമൺ ഡിഫറൻസ് 15 ആണല്ലോ. അപ്പോൾ നമുക്ക് എന്താക്കുക, ഫസ്റ്റ് ടേം അറിയാം, സെക്കൻഡ് ടേം അറിയാം, തേർഡ് ടേം അറിയാം അല്ലേ. അപ്പോൾ തേർഡ് ടേമിനോട് 15 കൂട്ടിയാൽ ഫോർത്ത് ടേമും അറിയാം, ഫോർത്ത് ടേമിനോട് 15 കൂട്ടിയാൽ എന്താണ് ഫിഫ്ത്ത് ടേമും അറിയാം അല്ലേ. അപ്പോൾ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം, ഫസ്റ്റ് ടേം 30 അല്ലേ. 30 + 50 എത്രയാണ് 45, 45 + 30 എത്രയാണ് 60, 60 + 35 എത്രയാണ് 75, 75 + 30 എത്രയാണ് 90 അല്ലേ. അപ്പോൾ നമുക്ക് എന്താണ് ഈ സീക്വൻസ് നമുക്ക് കിട്ടി അല്ലേ. ഇനി ഈ 5 ടേമും കൂടി കൂട്ടിയാൽ നമുക്ക് എന്താണ് 300 ആണോ കിട്ടുന്നത് നോക്കാം. 30 + 45 നോക്കൂ, 30 + 45 എത്രയാണ് 75 അല്ലേ. 75 + 75 എത്രയാണ് 150. ഓക്കെ, 150 + 60 എത്രയാണ് 210, 210 + 90 എത്രയാണ് 300. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മളത് ശരിയായി അല്ലേ. ഇനി അടുത്ത് നോക്കിയാൽ ശരിയാണോ എന്ന് ചെക്ക് ചെയ്യണം കേട്ടോ. നിങ്ങൾ കിട്ടിയിരിക്കുന്ന ഉത്തരങ്ങൾ ശരിയാണോ എന്നും കൂടി നോക്കുക കേട്ടോ. നെക്സ്റ്റ് എന്താണ്, 4th ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. The first term is 30 and the sum of the first 6 terms is 300. നോക്കൂ, ഫസ്റ്റ് ടേം 30 ആണ്, സം ഓഫ് ഫസ്റ്റ് 6 ടേം എന്താണ് 300 ആണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് ചെയ്ത് നോക്കാം. ഇവിടെ തന്നെ ജസ്റ്റ് നമുക്ക് ചെയ്യാം. സെയിം തന്നെ എന്താണ് അതിൻ്റെ ഡിഫറൻസും കൂടി അറിയാൻ വേണ്ടിയിട്ടാണ് ഇവിടെ തന്നെ ടീച്ചർ ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ നോക്കൂ, ഇത് 4ാമത്തതാണ്. ഓക്കെ, 4ാമത്തത് അല്ലേ. ഫസ്റ്റ് ടേം എന്താണ് തന്നിരിക്കുന്നത്, ഫസ്റ്റ് ടേം ഇസ് ഈക്വൽ ടു 30. ഇനി എന്താണ് പറഞ്ഞിരിക്കുന്നത്, സം ഓഫ് ദ ഫസ്റ്റ് 6 ടേം എന്താണ് 300 ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ എന്താണ് സം ഓഫ് ദ ഫസ്റ്റ് 6 ടേം, ഫസ്റ്റ് ടേം, സെക്കൻഡ് ടേം, തേർഡ് ടേം, ഫോർത്ത് ടേം, ഫിഫ്ത്ത് ടേം, 6th ടേം, ഈ 6th ടേമുകളുടെ എല്ലാം കൂടി കൂട്ടി എന്താണ് 300 ആണെന്ന് പറഞ്ഞില്ലേ. ഈ നമുക്ക് എന്താണ് ഫസ്റ്റ് 5 ടേം എന്താണ് കൂട്ടിയാൽ എന്താണ് 300 ആണെന്ന് പറഞ്ഞപ്പോൾ നമുക്ക് എന്താണ് മിഡിൽ ടേം കണ്ടുപിടിക്കാൻ നമുക്ക് എന്താണ് ആ ടോട്ടലിനോട് എന്താണ് എണ്ണം ഡിവൈഡ് ചെയ്താൽ മതിയായിരുന്നു അല്ലേ. പക്ഷെ നമ്മൾ എന്താണ് ഇവിടെ എന്താണ് ഇത് ഈവൻ നമ്പർ ആണ് അല്ലേ. നോക്കൂ, ഇവിടെ ഇത് ഓഡ് നമ്പർ അല്ലേ. ഓഡ് നമ്പർ ആണെങ്കിൽ എന്താണ് മിഡിൽ ടേം കണ്ടുപിടിക്കുക അല്ലേ. പക്ഷെ ഇതിന് മിഡിൽ ടേം കണ്ടുപിടിക്കാൻ പറ്റുമോ, ഇല്ല അല്ലേ. മിഡിൽ ടേം ഇല്ല. അപ്പോൾ മിഡിൽ ടേം ഉണ്ടെങ്കിൽ എന്താണ് നമ്മൾ ടോട്ടലിനോട് ആ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് മിഡിൽ ടേം കണ്ടുപിടിക്കാം. പക്ഷെ ഇതിൽ മിഡിൽ ടേം ഇല്ലാത്തതുകൊണ്ട് നടുക്കത്തെ ടേം ഇതിലുണ്ടോ, ഇല്ല, ഇത് ഈവൻ നമ്പർ ആണ് അല്ലേ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമുക്കറിയാം എന്ത്, നമുക്ക് പറഞ്ഞുതരാം എന്താണ് ഈ തേർഡ് ടേമും ഫോർത്ത് ടേമും കൂടി കൂട്ടിയാൽ, ഈ തേർഡ് ടേമും ഫോർത്ത് ടേമും കൂട്ടുന്നതും അതുപോലെ സെക്കൻഡ് ടേമും ഫിഫ്ത്ത് ടേമും കൂട്ടിയാലും എന്താണ് ഫസ്റ്റ് ടേമും 6th ടേമും കൂടി കൂട്ടിയാലും എന്താണ് ഈക്വൽ ആയിരിക്കും എന്നറിയാം അല്ലേ. ഏതൊക്കെ, തേർഡ് ടേമും ഫോർത്ത് ടേമും അതിന്റെ സമ്മും സെക്കൻഡ് ടേമിന്റെയും ഫിഫ്ത്ത് ടേമിന്റെയും സമ്മും അതുപോലെ ഫസ്റ്റ് ടേമിന്റെയും 6th ടേമിന്റെയും സമ്മും ഈക്വൽ ആയിരിക്കും. ഓക്കെ, അങ്ങനെയാണ് ഇത് എത്ര നമ്പർ ഈക്വൽ ആയിട്ട് വരുന്നുണ്ട്, 1, 2, 3 നമ്പർ ഇവിടെ ഈക്വൽ ആയി വരുന്നുണ്ട് അല്ലേ. അപ്പൊ നമുക്ക് എന്താക്കുക, ഈ ഇതിനോട് എന്താണ് 300നോട് നമുക്ക് 3 ഡിവൈഡ് ചെയ്യാം. അപ്പൊ 100 കിട്ടും. ഓക്കെ, അപ്പൊ തേർഡ് ടേമും ഫോർത്ത് ടേമും കൂടി കൂട്ടിയാൽ 100 ആയിരിക്കും, സെക്കൻഡ് ടേമും ഫിഫ്ത്ത് ടേമും കൂടി കൂട്ടിയാൽ 100 ആയും. അപ്പൊ 200 ആയില്ല. ഇനി ഫസ്റ്റ് ടേമും 6th ടേമും കൂടി കൂട്ടിയാൽ 100, അപ്പൊ 300 ആയല്ലോ. അപ്പൊ നമുക്ക് എന്താണ് ഓരോ 2 ടേമുകൾ കൂട്ടിയാൽ പേര് എത്രയാണ് 100 കിട്ടുന്നുണ്ട് അല്ലേ. അപ്പൊ ഫസ്റ്റ് ടേം നമുക്ക് 30 കിട്ടി. അങ്ങനെയാണെങ്കിൽ 6th ടേം എന്തായിരിക്കും, 100 - 30 എത്രയാ 17 ചെയ്തുകൂടെ, ചെയ്യാം അല്ലേ. അപ്പൊ നമുക്ക് എന്താക്കാം ഇവിടെ ചെയ്യേണ്ടത്, നമുക്ക് ഇവിടെ ഫസ്റ്റ് ടേം നമുക്ക് എന്താണ് 30 എഴുതി, ഫസ്റ്റ് ടേം 30 എഴുതി. സെക്കൻഡ് ടേം അറിയില്ല അല്ലേ, സെക്കൻഡ് ടേം അറിയില്ല, തേർഡ് ടേം അറിയില്ല, ഫോർത്ത് ടേം അറിയില്ല, ഫിഫ്ത്ത് ടേം അറിയില്ല,
സിക്സ്ത് ടേം അറിയാം എത്രയാണ്. സിക്സ്ത് ടേം ഈസ് എത്രയാണ്? ഇവിടെ പറഞ്ഞിട്ടുണ്ട് എന്താണ് 300 എന്താണ് നമ്മൾ 100 അല്ലല്ലോ, 100 - 30 70 അത് നമുക്ക് കണ്ടുപിടിച്ചു അല്ലേ. ആ 100 എവിടെ നിന്നാണ് കിട്ടിയത്? 300 ഇത് എത്ര പേരുണ്ട് നോക്കുക, 1 2 3 പേരുണ്ട് അല്ലേ. 6 നമ്പർ അല്ലേ, 6നോട് 2 ഡിവൈഡ് 3 പേരാണ് എന്താക്കുന്നത് ഇതിലുള്ളത് അല്ലെ. അപ്പൊ 300നോട് ആ 3 ഡിവൈഡ് ചെയ്താൽ എന്ത് കിട്ടും? 100 എന്ന് കിട്ടും അല്ലെ. അപ്പൊ ഓരോ പേരും പ്ലസ് ചെയ്താൽ എന്താണ് നമുക്ക് 100 എന്നാണ് കിട്ടുക അല്ലെ. അപ്പൊ ഫസ്റ്റ് ടേമിന്റെ പേര് ഇവിടെ എന്താണ്? സിക്സ്ത് ടേം ആണ് അല്ലെ. അപ്പൊ 1ഉം 6ഉം കൂടി കൂട്ടിയ എത്രയാണ്? ഫസ്റ്റ് ടേമും സിക്സ്ത് ടേമും കൂടി കൂട്ടിയ 100 ആണ്. അപ്പൊ ഫസ്റ്റ് ടേം 30 ആണ്. അപ്പൊ സിക്സ്ത് ടേം കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ എന്താ? 100നോട് ഈ 30 മൈനസ് ചെയ്താൽ മതി അല്ലെ. അപ്പൊ 100 - 30 എത്രയാണ്? 70. അപ്പൊ നമുക്ക് സിക്സ്ത് ടേം കിട്ടി 70 എന്ന് കിട്ടി അല്ലെ. ഇനി നമുക്ക് എന്താക്കണം? ഫസ്റ്റ് ടേമും സിക്സ്ത് ടേമും കിട്ടി. ഇനി ബാക്കിയുള്ള നമ്പേഴ്സ് കിട്ടണ്ടേ. അപ്പൊ അത് കിട്ടണമെന്നുണ്ടെങ്കിൽ എന്താ നമ്മൾ ചെയ്യേണ്ടത്? നമുക്ക് ചെയ്യണത് എന്താ? എന്താ ചെയ്യാം മക്കളെ? എന്ത് ചെയ്യും? എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കണം അല്ലേ. അപ്പൊ നമ്മൾ ഫസ്റ്റ് ടേമിനോട് എത്ര കോമൺ ഡിഫറൻസ് കൂട്ടിയാലാണ് ഈ സിക്സ് ടേമിൽ എത്തുക നോക്കുക. അപ്പൊ 6 1 കുറച്ച് 5 അല്ലെ. 5 കോമൺ ഡിഫറൻസ് കൂട്ടിയാലാണ് എന്ത് ഈ സിക്സ്ത് ടേമിലേക്ക് എത്തുക അല്ലെ. അപ്പൊ ഫസ്റ്റ് ടേമിനോട് ഫസ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ 30നോട് ഫസ്റ്റ് ടേമിനോട് 5 കോമൺ ഡിഫറൻസ്. 5 എവിടെ നിന്ന് കിട്ടിയാൽ മനസ്സിലായില്ലേ? ഫസ്റ്റിൽ നിന്ന് 6ലേക്ക് എത്തണമെങ്കിൽ എത്ര കോമൺ ഡിഫറൻസ് ആണ്? 6 1 കുറയ്ക്കുക അല്ലെ, 5. അപ്പൊ 5 കോമൺ ഡിഫറൻസ് കൂട്ടിയാലാണ് എന്ത് സിക്സ്ത് ടേം ആയ 17ലേക്ക് എത്തുക അല്ലെ. അപ്പൊ നമ്മൾ ഇങ്ങനെ ഇക്വേഷൻ ഉണ്ടാക്കണം അല്ലെ. ഇത് എന്താക്കണം? കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കണം അല്ലെ. അപ്പൊ 5D = പറഞ്ഞിട്ട് നമുക്ക് എങ്ങനെ എഴുതാം? = 70 - 30 അല്ലെ. 70 - 30 എന്താണ്? 70 - 30 എന്താണ്? 40 അല്ലെ. 40 എന്ന് കിട്ടും. ഓക്കെ. അപ്പൊ നമുക്ക് എന്താണ് 70 - 30 40 എന്ന് കിട്ടി അല്ലെ. ഇനി D = നമുക്ക് എങ്ങനെ എഴുതാം? D = 40/5 അല്ലെ. 40/5 എന്താണ്? 8 എന്ന് കിട്ടി അല്ലെ. അപ്പൊ നമ്മൾ എന്താണ്? കോമൺ ഡിഫറൻസ് 8 എന്ന് കിട്ടി. ഓക്കെ. അപ്പൊ നമുക്ക് മനസ്സിലായല്ലോ 40 എന്താണ് കോമൺ ഡിഫറൻസ് എന്താ നമുക്ക് കിട്ടിയേ? 8 എന്ന് കിട്ടിയല്ലോ. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ഇനി ചെയ്യേണ്ടത് നമുക്ക് കോമൺ ഡിഫറൻസ് കിട്ടിയല്ലോ. ഇനി നമുക്ക് ഫസ്റ്റ് സീക്വൻസ് അറിയാം, ഫസ്റ്റ് ടേം അറിയാലോ. അപ്പോൾ സെക്കൻഡ് ടേം കണ്ടുപിടിക്കണമെങ്കിൽ ഫസ്റ്റ് ടേമിനോട് ഈ കോമൺ ഡിഫറൻസ് കൂട്ടിയാൽ പോരെ. അപ്പോൾ 30 + 8 എത്രയാണ്? 38 അല്ലേ. 38. പിന്നെ അടുത്ത നമ്പർ എന്തായിരിക്കും? 38. പിന്നെ അടുത്ത് ഞങ്ങൾ എഴുതുകയാണ് കേട്ടോ. 30 ആണ് ഫസ്റ്റ് ടേം അല്ലേ. 30. 30നോട് കോമൺ ഡിഫറൻസ് 8 കൂട്ടിയാൽ 38. 38നോട് 8 കൂട്ടിയാൽ 46. 46നോട് 8 കൂട്ടിയാൽ എത്രയാണ്? 46നോട് 8 കൂട്ടിയാൽ 54 അല്ലേ. 54. പിന്നെ 54നോട് 8 കൂട്ടിയാൽ എത്രയാണ്? 62 അല്ലേ. 62. 62നോട് 8 കൂട്ടിയാൽ എത്രയാണ്? 70 അല്ലേ. ഓക്കെ. അപ്പോൾ നമ്മൾ ടേം കിട്ടിയല്ലോ, നമ്മൾ അരിത്മെറ്റിക് സീക്വൻസ് കിട്ടിയില്ലേ. അപ്പം എന്താണ് സിക്സ്ത് ടേം നമുക്കറിയാം 70 ആണെന്നുള്ളത് അല്ലേ. ഓക്കെ. അപ്പോൾ ഇതെല്ലാം കിട്ടിയല്ലോ. ഓക്കെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളെ ക്വസ്റ്റ്യൻസ്. അപ്പോൾ എന്താണ് ഫസ്റ്റ് ചാപ്റ്റർ ഇവിടെ കഴിഞ്ഞു അല്ലേ. അപ്പോൾ എന്താണ് നിങ്ങൾ നന്നായി പഠിക്കുക കേട്ടോ മക്കളെ. നന്നായി പഠിച്ചതിന് ശേഷം എന്താക്കുക, നിങ്ങൾ എന്താണ് എക്സാമിന് അറ്റൻഡ് ചെയ്യുക. എക്സാമിന് എന്താണ് ഫുൾ മാർക്ക് തന്നെ, ഫുൾ A+ തന്നെ കിട്ടണം നിങ്ങൾക്ക്. അതായത് മാത്സിൽ ഫുൾ A+ എന്താണ് ഫുൾ മാർക്ക് തന്നെ നിങ്ങൾക്ക് കിട്ടിയിരിക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് കിട്ടുന്ന പോയിന്റുകളൊക്കെ നിങ്ങൾ എന്താക്കുക, നിങ്ങൾക്കൊരു നോട്ട്ബുക്ക് അതിനായിട്ട് എടുത്ത് വെക്കുക. ഒരു എന്താണ് 100 പേജിൻ്റെ 200 പേജിൻ്റെ ഒരു ബുക്ക് എടുക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഈ ഫസ്റ്റ് ചാപ്റ്ററിൽ കിട്ടുന്ന പോയിന്റുകളൊക്കെ നിങ്ങൾക്ക് മലയാളത്തിൽ നിങ്ങൾ എഴുതി വെക്കുക. ഓക്കെ. അപ്പം ഇവിടെ നോക്ക്, ഇപ്പം 5 നമ്പറാണുള്ളതെങ്കിൽ ഇതിൻ്റെ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ അല്ലെങ്കിൽ മിഡിൽ ടേം കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ ഇവിടെ പറഞ്ഞു തന്നില്ലേ. അപ്പോൾ അത് വെച്ച് മലയാളത്തിൽ നിങ്ങൾക്ക് കിട്ടിയാൽ അതിൽ മലയാളത്തിൽ നിങ്ങളതായിട്ടുള്ള രീതിയിൽ നിങ്ങൾ എഴുതുക കേട്ടോ. ഓക്കെ. എന്താണ് സമ്മിനോട് എണ്ണം ഡിവൈഡ് ചെയ്താൽ മതി. അപ്പോൾ മിഡിൽ ടേം കിട്ടും അല്ലേ. എന്നിട്ട് എന്താക്കുക, അതിന്ന് കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കണമെങ്കിൽ കോമൺ ഡിഫറൻസ് കണ്ടുപിടിച്ചിട്ട് നിങ്ങൾ എന്താക്കുക, ആ സീക്വൻസ് ചെയ്യുക. ഇനി ഈവൻ നമ്പറാണ് വരുന്നതെങ്കിൽ എന്താണ് ഇത് ഈക്വൽ ആയിരിക്കും. അപ്പോൾ എത്ര ടേം ഉണ്ട് അത്രേ /2 വെച്ചിട്ട് എന്താണ് ആ എണ്ണം. ഇത് 6 എണ്ണാണെങ്കിൽ 3നോട് ഡിവൈഡ് ചെയ്യുക അല്ലേ. 6/2 3നോടാണ് ഡിവൈഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഓരോന്നും എന്നിട്ട് എന്താക്കുക, അത് വെച്ചിട്ട് എന്താക്കുക, നിങ്ങൾക്ക് ഫസ്റ്റ് ടേമും അതുപോലെ ഏത് ടേമാണ് തന്നിരിക്കുന്നത് ആ ടേമും കണ്ടുപിടിക്കാൻ പറ്റും. എന്നിട്ട് അതിന്ന് കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാനൊക്കെ നിങ്ങൾ നിങ്ങളതായിട്ടുള്ള ഭാഷയിൽ നിങ്ങളെ ബുക്കിൽ എഴുതി വെക്കുക. നിങ്ങൾക്ക് എക്സാമിന് അത് നല്ല ഉപകരിക്കും. പിന്നെ എക്സാമിന് നിങ്ങൾക്ക് നോക്കുമ്പോൾ കൺഫ്യൂസ്ഡ് ഉണ്ടാവില്ല. അതുകൊണ്ടാണ് പറഞ്ഞത് നിങ്ങൾക്ക് കിട്ടുന്ന പോയിൻ്റൊക്കെ നിങ്ങൾ എന്താക്കുക, ഒരു നോട്ട്ബുക്കിൽ എഴുതി വെക്കുക കേട്ടോ. ഓക്കെ. അപ്പോൾ അടുത്ത ചാപ്റ്റർ ടീച്ചർ അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യൂ കേട്ടോ. ഓക്കെ. താങ്ക് യു.